അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, ഈ അടുത്ത ഏതാനും മാസങ്ങളായി ആത്മീയതയെയും അതിൻ്റെ തുടർച്ചയെന്നോണം മതത്തെയും വിശ്വാസത്തെയും സംബന്ധിച്ചുള്ള പല സ്വഭാവത്തിലുമുള്ള ചർച്ചകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നു വരുന്നുണ്ട്. പല വിവാദ വിഷയങ്ങളും ആ കൂട്ടത്തിലുണ്ട്. ആത്മീയതയെ സംബന്ധിച്ചുള്ള ഇത്തരം ചർച്ചകളിൽ പലരും മുതലെടുക്കുകയും പലരും മുതൽ മുടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പല വഴിക്കും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഇത്തരം ചർച്ചകളെ നോക്കിക്കാണാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ലളിതമായ ഈ സദസ്സിൽ നാം നടത്തുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അധികം മുതൽ മുടക്കില്ലാതെ നടത്താൻ കഴിയുന്ന ഒരു ബിസിനസ്സായി ഇന്ന് ആത്മീയത പരിവർത്തിതമായിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്നതിലെല്ലാം ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അതിൽ ശരിതെറ്റുകൾ കൂടിക്കുഴഞ്ഞു കിടക്കുന്നുണ്ടാവും. ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അതിൽ ശരിതെറ്റുകൾ കൂടിക്കുഴഞ്ഞു കിടക്കുന്നുണ്ടാവും. വിശ്വാസപരമായി അംഗീകരിക്കപ്പെടേണ്ടുന്ന സംഗതികൾ ആ കൂട്ടത്തിലുണ്ട്. ബുദ്ധിയുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ യാതൊരു പരിഗണനയും നൽകാൻ വകുപ്പില്ലാത്ത ഇനത്തിൽപ്പെട്ട കാര്യങ്ങളും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതിലെ കളയും വിളയും വേർതിരിച്ച് മനസ്സിലാക്കണം. കാടടക്കി വെടിവെച്ചതുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ മതവിശ്വാസം വഴിതെറ്റിയ പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മതവിശ്വാസം വഴിതെറ്റിയാവുന്ന മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം, അതുപോലെ തന്നെ നിരീശ്വരവാദത്തിലധിഷ്ഠിതമായ മറ്റ് പല കാഴ്ചപ്പാടുകളും രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മതേതര ജനാധിപത്യ സിദ്ധാന്തങ്ങളുടെ അടിത്തറ മനുഷ്യവിരുദ്ധവും മതവിരുദ്ധവുമാകാൻ ഇടവരുത്തിയ ചരിത്ര പശ്ചാത്തലം എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതത്തിന്റെ മറവിൽ ചില തൽപര കക്ഷികൾ നടത്തിയിട്ടുള്ള ചൂഷണം, ആ ചൂഷണത്തിനെതിരിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ശ്രമം, അത്തരം സമരങ്ങളും ശ്രമങ്ങളും വഴിവിട്ട് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കാടടക്കി വെടിവെക്കലായപ്പോൾ വിപരീത ഫലങ്ങളുണ്ടായി. യഥാർത്ഥത്തിൽ തള്ളിപ്പറയേണ്ടതില്ലാത്തതിനെയും തള്ളിപ്പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ആത്മീയതയെ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും പക്വതയോടുകൂടി അതിൽ ഇടപെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയതയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലും നേരത്തെ ഞാൻ പറഞ്ഞ ആ ചരിത്ര പശ്ചാത്തലം സ്വാധീനിച്ച ഒരു മനസ്സും വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ആത്മീയാചാര്യന്മാർ എന്ന ഒരു പ്രയോഗം തന്നെ മുസ്ലിം സമൂഹത്തിനും നടത്താൻ സാധിക്കുന്നത്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ്
ആത്മീയമായ വിഷയങ്ങൾ, ആത്മീയാചാര്യങ്ങൾ, ആത്മീയമായ ആധ്യാത്മികമായ ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങൾക്ക് നിരന്തരം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ ആത്മീയാചാര്യന്മാർ എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? ഈ അടുത്ത കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാരെ പറ്റി നമുക്ക് ആത്മീയാചാര്യന്മാർ എന്ന് പറയുമ്പോൾ അത് വേഗത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആത്മീയാചാര്യൻ എന്ന് ഈ പറയുന്ന സ്വഭാവത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? ഖിലാഫത്തുർ റാഷിദയിലെ സുസമ്മതരായ 4 ഖലീഫമാരുണ്ട്. ഈ ഖലീഫമാരെ സംബന്ധിച്ച് നമുക്കിങ്ങനെ ആത്മീയാചാര്യന്മാർ എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാവുന്ന ഒരു മാനസികാവസ്ഥയിലാണോ നമ്മളുള്ളത്? അല്ലെങ്കിൽ നമ്മളുടെ ഈ മനസ്സിലുള്ള ആത്മീയ സങ്കല്പം വെച്ചുകൊണ്ട് അതിന് വഴങ്ങുന്നവരും അതിന്റെ ആ കോളത്തിൽ ഒതുങ്ങുന്നവരുമാണോ ഈ പ്രവാചകനും പ്രവാചകന്റെ സഹചരന്മാരായിരുന്ന സഹാബിവര്യന്മാരായിരുന്ന ഈ ഖലീഫമാരും എന്ന് പരിശോധിക്കുമ്പോൾ എന്തോ ഒരു അന്തരം, എന്തോ ഒരു പന്തികേട്, എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സംഭവങ്ങൾ എവിടെ വെച്ചാണ് ഇങ്ങനെ വ്യതിചലിച്ചു പോയത് എന്ന് ചോദിച്ചാൽ, മതവും രാഷ്ട്രീയവും തമ്മിൽ, ദീനും ദുനിയാവും തമ്മിൽ, ആത്മീയതയും ഭൗതികതയും തമ്മിൽ പരസ്പരം ബന്ധമില്ലാത്ത, പരസ്പരം ഒരിക്കലും തന്നെ ചേരാത്ത, ഒത്തുചേരാത്ത 2 സമാന്തര നേർരേഖകളായിട്ടുള്ള ഒരു സങ്കല്പം അതെവിടെ നിന്ന് കിട്ടിയതാണ്? അത് ഇസ്ലാമികമായ ഒരടിത്തറയിൽ രൂപപ്പെട്ടു വന്നതല്ല. നേരത്തെ ഞാൻ പറഞ്ഞ മതവിശ്വാസം വഴിതെറ്റിയ സന്ദർഭത്തിൽ ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ട, മതത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരിൽ നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ സമരത്തിൽ നിന്ന് രൂപം കൊണ്ടുവന്ന ഒരു ചിന്താഗതിയുണ്ട്. അതിന്റെ ഏറ്റവും കടുത്ത നിലപാട് മതവിരുദ്ധമായിരുന്നുവെങ്കിൽ, ദൈവനിഷേധമായിരുന്നുവെങ്കിൽ അതിലെ ഏറ്റവും മിതവാദികളായ ആളുകൾ പോലും മതം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ്. പാശ്ചാത്യൻ സെക്യുലറിസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പാശ്ചാത്യൻ സെക്യുലറിസത്തിന്റെ അടിത്തറയിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, ഒരു ചിന്താരീതിയുണ്ട്. ആ ചിന്താരീതി വെച്ചുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ആത്മീയത എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നത്. ഇസ്ലാമിലൊരു ആത്മീയതയുണ്ട്, പക്ഷേ ഇസ്ലാമിലെ ആത്മീയത ഇന്ന് ഈ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെയുള്ള ആത്മീയതയല്ല എന്ന് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രസംഗത്തിന്റെ മറ്റൊരു സ്ഥാനത്ത് അതിനെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിക ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ പ്രചാരണങ്ങളിൽ പലതും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അത്തരം വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുവാനാണ് ഒന്നാമതായി ഞാൻ ശ്രമിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധന മാത്രം ആവശ്യപ്പെടുന്ന ഒരു ശക്തിയല്ല. അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും ഉടമസ്ഥനും എന്നിങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യവിശ്വാസികൾ അംഗീകരിക്കുന്നു. അപ്പൊ തൗഹീദിന്റെ ശരിയായ വിവക്ഷയനുസരിച്ച് കേവലം ആരാധന കൊണ്ട് തൃപ്തിപ്പെടുന്നവനോ ആരാധനകൾ മാത്രം നൽകേണ്ടവനോ സമർപ്പിക്കപ്പെടേണ്ടവനോ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന് ആരാധനകൾ എന്ന പോലെ അനുസരണവും അല്ലാഹുവിനായിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ അനുസരണത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സമഗ്രമായ ഒരു തൗഹീദിന്റെ ഒരു സങ്കല്പമുണ്ട്. അതിലെ ഒരു വശം മാത്രമാണ് ഈ ആരാധനകൾ എന്ന് പറയുന്നത്. പക്ഷേ ആരാധനാപരമായ വശങ്ങളിൽ അള്ളാഹുവിന് അവകാശപ്പെട്ടതൊക്കെയും അള്ളാഹുവിന് തന്നെ വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. അവിടെയും വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തത്വത്തിലും മൊത്തത്തിലും അള്ളാഹുവിനെ അംഗീകരിച്ചാൽ മതിയോ എന്ന ഒരു പ്രശ്നത്തിൽ നിന്നാണ് ആ വിഷയം തുടങ്ങുന്നത്. അള്ളാഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നു, അള്ളാഹുവിൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ട് എന്ന ഒരു വിശ്വാസമാണോ? അങ്ങനെ അള്ളാഹു ഉണ്ടെന്നും അവനാണ് സൃഷ്ടാവെന്നും അവനാണ് സംരക്ഷകനെന്നും അവനാണ് അന്നദാതാവെന്നും ഒരു തരത്തിലുള്ള ഒരു മൊത്തമായ ഒരു ധാരണയുണ്ടായിട്ടുണ്ടെങ്കിൽ തൗഹീദിന്റെ താല്പര്യങ്ങൾ അതിലൂടെ പൂർത്തീകരിക്കപ്പെടുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, അനുസരണത്തിന്റെ വിഷയത്തിൽ നേരത്തെ തന്നെ പാശ്ചാത്യൻ സെക്കുലർ ചിന്താഗതികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ വിഭജനം, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള, ദീനും ദുനിയാവും തമ്മിലുള്ള, ഭരണവും രാഷ്ട്രീയവും തമ്മിലൊക്കെയുള്ള ഒരു വലിയ അന്തരം നടക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരാവകാശങ്ങളിൽ ഒട്ടുമിക്കതും സാമാന്യജനം കൈയടക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ആ മേഖലയിലുള്ളത് എന്ന് കാണാവുന്നതാണ്. അള്ളാഹുവിന്റെ വിധിക്കെതിരെ സ്വതന്ത്രമായി നിയമനിർമ്മാണം നടത്തുന്ന സ്ഥിതിവിശേഷം അതിന്റെ ഉദാഹരണമാണ്. അത്തരം വിഷയങ്ങളിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തൗഹീദിന്റെ തന്നെ മറ്റൊരു ഭാഗമായ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും പലതരത്തിലുള്ള വ്യതിചലനങ്ങളും നമ്മുടെ സമുദായത്തിനകത്ത്, നമ്മുടെ മുസ്ലിം സമൂഹത്തിനകത്ത് സംഭവിച്ചിരിക്കുന്നു. ആ വ്യതിചലനങ്ങളും അബദ്ധധാരണകളും അന്ധവിശ്വാസങ്ങൾ കൂടിക്കലർന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടുമാണ്
ഈ ആത്മീയത ഇത്രയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വിവാദ വിഷയമായി തീർന്നപ്പോൾ അതിനനുകൂലമായ ഒരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുത്തത് എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ വിവാദ വിഷയങ്ങളുടെ അടിസ്ഥാനങ്ങൾ കുറച്ചുകൂടി ഉള്ളിലേക്കിറങ്ങി പഠിക്കുമ്പോൾ തൗഹീദുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെ കാണാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. അപ്പൊ തൗഹീദിന്റെ അള്ളാഹുവിന് അവകാശപ്പെട്ടതൊക്കെയും അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക എന്നതിന്റെ അനിവാര്യ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളിലും അധികാരാവകാശങ്ങളിലും സത്തയിലുമൊക്കെ ഈ തൗഹീദിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒരു മുഅ്മിനായ ആൾ വിശ്വസിക്കേണ്ടത്. അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സൃഷ്ടാവാണ് എന്നൊക്കെ വിശ്വസിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ജനതയുണ്ട്. നമ്മൾ അവരെ സാമാന്യമായി മക്കാ മുശ്രിക്കുകൾ എന്ന് പറയും. മക്കാ മുശ്രിക്കുകളെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്താണ്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അവരെ സംബന്ധിച്ച് അവരോട് ചോദിച്ചാൽ വലഇൻ സഅൽതുഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്, അവരെ സൃഷ്ടിച്ചത് ആര് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും. അവർ തറപ്പിച്ചു പറയും എന്നാണ് ഖുർആൻ പറയുന്നത്. ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് ഈ മക്കാ മുശ്രിക്കുകൾ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ജനത സമ്മതിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല വലഇൻ സഅൽതുഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ്, അവരെ സൃഷ്ടിച്ചതാര് എന്നത് മാത്രമല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാൻ, സൂര്യചന്ദ്രാദികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതാരാൻ, കീഴ്പ്പെടുത്തിയിട്ടുള്ളതാരാൻ എന്നൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റിയും അവരുടെ നിലപാട് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പിന്നെയും പറയുന്നു വലഇൻ സഅൽതുഹും മൻ നസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ്, മാനത്ത് നിന്ന് വരണ്ടുണങ്ങിയ ഭൂമിയിൽ ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയിട്ട് ഈ മരിച്ചുപോയ ഭൂമിയെ വീണ്ടും സജീവമാക്കിയതാരാണ് എന്ന് ചോദിച്ചാലും അവരുടെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ്. അപ്പോൾ അവരെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഭൂമിയെയും സൂര്യനെയും ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും ഒക്കെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മാനത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചിട്ട് മരിച്ചുപോയ ഭൂമിയെ വീണ്ടും സജീവമാക്കിയിരുന്നത് അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ കാര്യങ്ങളിലൊന്നും അവർക്കൊരു തർക്കവും ഉണ്ടായിരുന്നില്ല എന്ന് നിസ്തർക്കം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? എന്തായിരുന്നു അവരുടെ തകരാറ്? ഈ കൂട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടി അല്പസമയം ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, തകരാർ എവിടെ പറ്റി എന്ന് ചോദിച്ചാൽ അവർ ഈ വിശ്വാസമുള്ളതോടൊപ്പം അള്ളാഹുവിനെ ഉന്നതനായി, അള്ളാഹുവിനെ രാജാതിരാജനായി, അള്ളാഹുവിനെ എല്ലാത്തിന്റെയും മീതെയുള്ള അധീശാധിപതിയായി അങ്ങനെ അംഗീകരിച്ചതോടൊപ്പം അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിലേക്കെത്താൻ അവർ മറ്റു പലരെയും ഇടയാളന്മാരായി സ്വീകരിച്ചു. ആ ഇടയാളന്മാരോട് ഇവർ പ്രാർത്ഥിച്ചു. ആ ഇടയാളന്മാർ വഴി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ആ ഇടയാളന്മാരോട് നേരിട്ട് പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള പല വഴികളും അവർ സ്വീകരിച്ചു. അതിനും അവർക്ക് ന്യായമുണ്ടായിരുന്നു. അതിനവർ പറഞ്ഞ ന്യായം, മഹാന്മാരായ ആളുകൾ, ആ ജനതയുടെ ഓരോ കാലഘട്ടത്തിലെയും ജനസമൂഹത്തിലെ സജ്ജനങ്ങളായ ആളുകൾ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ അവരെ ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനവർ ന്യായം പറഞ്ഞു, ആഹുലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിക്കുന്നത് ഇവർ തന്നെയാണ് പ്രാർത്ഥിക്കപ്പെടേണ്ടവർ എന്നതുകൊണ്ടല്ല, ഇവരാണ് ഞങ്ങളുടെ കാര്യം നടത്തുന്നത് എന്ന് ധരിച്ചുകൊണ്ടുമല്ല. ഇവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഹഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്. ഞങ്ങൾ ഇവരെ പ്രീതിപ്പെടുത്തിയാൽ ഇവർ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തും, അങ്ങനെ ഞങ്ങളുടെ കാര്യം നടക്കും. അതിനുവേണ്ടിയുള്ള ഒരു റെക്കമെന്റ്, അതിനുള്ള ഇടനിലക്കാർ, അത്രേ ഞങ്ങൾ ഇവർക്ക് സ്ഥാനം കൽപ്പിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടാതെ ആ ജനത വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആത്മമിത്രങ്ങളും രക്ഷകന്മാരുമായി അംഗീകരിച്ചിരുന്ന ആളുകളെ കുറിച്ച് അവർ പറഞ്ഞത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുക, ഞങ്ങൾ പാവങ്ങളാണ്, പരമപാവങ്ങളും സാധാരണക്കാരുമാണ്. അള്ളാഹു എന്ന് പറയുന്നവനോ സർവോന്നതനാണ്. സർവോന്നതനായ ആ രാജാതിരാജനായ നാഥനിലേക്ക് ഈ പാപികളും ദുർബലരുമായ ഞങ്ങൾക്ക് ഒരു സാമീപ്യം കിട്ടണമെങ്കിൽ, സാമീപ്യം കിട്ടുവാൻ, ഞങ്ങളെ അടുപ്പിക്കുവാൻ, ഞങ്ങളുടെ വിഷയത്തിൽ ശുപാർശ ചെയ്യുവാൻ, അങ്ങനെ ഞങ്ങളുടെ നില, അങ്ങനെ ഞങ്ങളുടെ സ്ഥിതി കൂടുതൽ കൂടുതൽ നല്ലതും മെച്ചപ്പെട്ടതുമാക്കുവാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് ഞങ്ങൾ ഈ മഹാന്മാരെ സമീപിക്കുന്നത് എന്നായിരുന്നു അവരുടെ നിലപാട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ആരാധനാ രംഗത്ത്, തൗഹീദിന്റെ സുപ്രധാനമായ ഒരു ഭാഗമായ ആരാധനാ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവകാശപ്പെട്ടതൊക്കെയും അല്ലാഹുവിന് വകവെച്ചു കൊടുക്കുന്നതിന് പകരം അതിനിടയിൽ അവർ പലരെയും മധ്യവർത്തികളും ശുപാർശകരുമാക്കിയിട്ട് അംഗീകരിക്കുകയുണ്ടായി.
അങ്ങനെ പലരെയും അവർ പരിഗണിച്ചു. ആ പരിഗണനയും ആ രീതിയിലുള്ള നിലപാടുകളുമാണ് അവരെ മക്ക മുശ്രിക്കുകൾ എന്ന് വിശേഷിപ്പിക്കുവാൻ ഇടവന്നത് എന്നത് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ബിന്ദുവാണ്. അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം. അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സംബന്ധിച്ച് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സംസാരത്തിന്റെ ഉചിതമായ മറ്റൊരു സ്ഥാനത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പരാമർശിക്കുന്നതാണ്. അപ്പോൾ മഹാന്മാരായ ആളുകളുണ്ട്. ആ മഹാന്മാരായ ആളുകൾക്ക് അർഹിക്കുന്ന സ്ഥാനവും പരിഗണനയും നൽകണം. മഹാന്മാരെ അവഗണിക്കണം എന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ മഹാന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പോലെ മഹാന്മാരെ പരിഗണിക്കലല്ല. അതിനതിന്റേതായ ഒരു സ്ഥാനവും അതിനതിന്റേതായ ഒരു രീതിയുമുണ്ട്. അതിൽ ഓരോരുത്തർക്കും തോന്നിയതുപോലെ ഇജ്തിഹാദ് നടത്താൻ വകുപ്പില്ല. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഖണ്ഡിതമായിട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്ത് ആ വഴിയെ ജീവിച്ചിട്ടുണ്ട്. ഈ മഹാന്മാരായ ആളുകളുടെ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത പല സമ്പ്രദായങ്ങളും രീതികളും ഈ അടുത്ത കാലത്ത് ഇസ്ലാമിക സമൂഹത്തിൽ വേരോടിയതായിട്ടും നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ വിശ്വാസപരമായ ഒരു വ്യതിചലനം അവിടെ സംഭവിച്ചിരിക്കുന്നു. വിശ്വാസപരമായ വ്യതിചലനം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സത്യവിശ്വാസികൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു തന്നെ പറയുന്നു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കണ്ഠനാടിയേക്കാൾ, നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മളോട് സമീപത്തനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വഇദാ സഅലക ഇബാദി, സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്കറിയാം പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ആയത്തുകൾക്കിടയിലാണ് ഇത് പറയുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്നെപ്പറ്റി എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറ. എന്തു പറയണം? ഇന്നി ഖരീബ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ സമീപത്തനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, എന്നോട് വിളിക്കുന്നവരുടെ വിളിക്കുത്തരം നൽകും, ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി, അതുകൊണ്ട് അവർ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ, എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ. അങ്ങനെയെങ്കിൽ അവർ സന്മാർഗം പ്രാപിച്ചേക്കാം. അപ്പോൾ സന്മാർഗം പ്രാപിക്കുവാനുള്ള വഴി അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം. അള്ളാഹു നമ്മുടെ സമീപത്തനാണ്. ചോദിക്കുന്നവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഗൈബുമായിട്ട് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, മറഞ്ഞ വഴിയിലൂടെ ഗുണദോഷങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിളി, അതാണല്ലോ ആരാധനയാകുന്നത്. തൗഹീദിന്റെ ആരാധനാപരമായ വശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. അവിടെ നേർക്കുനേരെയുള്ള പ്രവർത്തനമല്ല, മറഞ്ഞ വഴിയിലൂടെ ഗുണമുദ്ദേശിച്ചുകൊണ്ട്. ഗൈബ് എന്ന് നമ്മൾ പറയും, മറഞ്ഞ വഴിയിലൂടെ ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറഞ്ഞ വഴിയിലൂടെ ദോഷം വരുത്തുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യം, അതിനാണ് നമ്മൾ ആരാധന എന്ന് പറയുന്നത്. ഈ തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വേറെ ആർക്കും മറഞ്ഞ വഴിക്ക് ഗുണമോ ദോഷമോ വരുത്താൻ കഴിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഒരു ശൈഖിനും കഴിയില്ല, ഒരു മഹാനും കഴിയില്ല. അള്ളാഹുവിന് മാത്രമേ സാധ്യമാകൂ. കാരണം എല്ലാ അതിഭൗതിക രഹസ്യങ്ങളുടെയും താക്കോലുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. സൂറത്തുൽ അൻആമിൽ നിങ്ങൾക്ക് കാണാം, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. എല്ലാ രഹസ്യങ്ങളുടെയും താക്കോലുകൾ, ഖജനാവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ അത് വേറെ ആരും അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ള സകലതും അവൻ അറിയുന്നു. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും ഞെട്ടറ്റടർന്ന് ഭൂമിയിലേക്ക് വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. രഹസ്യവും പരസ്യവുമായ, ഉണങ്ങിയതും പച്ചയുമായ യാതൊന്നുമില്ല ഭൂമിയുടെ പ്രകാശിതമായ പ്രകാശമാനമായ ഏതെങ്കിലും ഒരു മേഖലയിലോ അല്ലെങ്കിൽ കറുകറുത്ത കൂരിരുട്ടുള്ള അന്ധകാര നിബിഡമായ വേറേതെങ്കിലും ഒരു കോണിലോ യാതൊന്നുമില്ല പടച്ച തമ്പുരാൻ അറിയാതെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർള്, അവരറിയുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ആകാശഭൂമികളിലുള്ള സകലതും അറിയാം. മായകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാഹു വറാബിയുഹും, അവര് മൂന്നാളുകൾ കൂടിയിട്ട് ഒരു രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ നാലാമനായിട്ട് അല്ലാഹു അവരോടൊപ്പമുണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാഹു വസാദിസുഹും, അവർ അഞ്ചാളാണെങ്കിൽ ആറാമനായിട്ട് അല്ലാഹു ഉണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ, അതിനേക്കാൾ കൂടുതലോ കുറവോ ആകട്ടെ. വാദല്ലാഹു ഇല്ലാഹു വമഅഹും ഐനമാ കാനു, അവരെവിടെയാണെങ്കിലും അല്ലാഹു അവരോടൊപ്പമുണ്ട്.
അപ്പൊ ഇങ്ങനെ ഒരു നാഥൻ, ഈ നാഥനിലാണ് നമ്മുടെ വിശ്വാസം. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ് യുഗ്സിൽ ലൈലൻ നഹാറ യത്ലുബുഹു ഹസീസ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ദിവസങ്ങളിലായിട്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ്. എന്നിട്ട് എല്ലാത്തിന്റെയും അധീശാധിപതിയായി, നോക്കി നടത്തിപ്പുകാരനായി, ഉടമസ്ഥനായി അവൻ അതിന്റെ മേൽ അധികാരം വേണു. എന്നിട്ട് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എല്ലാം അവനെ ആശ്രയിച്ചുകൊണ്ടാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിക്കുവാനും ശാസനം വിധി നടത്തുവാനുമുള്ള അധികാരം അവനാണ്. അപ്പൊ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന റബ്ബ്, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്നത് ഒരുപാട് ശക്തികളുടെ കൂട്ടത്തിൽ ഒരു ശക്തിയല്ല. ബസ്സിൽ കയറിയാൽ ചിലപ്പോൾ നിങ്ങൾ കാണും, അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചില ബസ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ നമുക്ക് തന്നെ ഒരു ഫലിതമയം അതിൽ അനുഭവപ്പെടും. ഡ്രൈവറുടെ ആ തലയുടെ മേലെ അവിടെ ഉണ്ടല്ലോ ഈ FA ബോക്സ്, ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ വെക്കേണ്ട സ്ഥലമാണത്. പക്ഷേ അവിടെ സാധാരണ ഡ്രൈവറുടെ ഈ ബ്രഷും പേസ്റ്റും അല്ലെങ്കിൽ അതുപോലെയുള്ള തുണിയും അതുപോലെ ഉള്ള സാധനങ്ങളുമാണ് ഉണ്ടാകാറ്. എന്തോ ആകട്ടെ, അവിടെ അതിന്റെ സൈഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കും ഒരു സ്റ്റിക്കർ. അപ്പോ അത് മൂകാംബിക ഭഗവതി, മൂകാംബിക ദേവി ഈ ബസ്സിന്റെ ഐശ്വര്യം. അപ്പോ അവിടെ നമ്മൾ വിചാരിക്കും ഈ ബസ്സിന്റെ മൊത്തം കാര്യം നോക്കുന്നത് ഈ മൂകാംബിക ദേവിയാണ് എന്ന്. അങ്ങനെ കുറച്ചിപ്പുറത്ത് പിന്നെ ഇറങ്ങാൻ നേരത്ത് ഡോറിന്റെ മുകളിൽ നോക്കുമ്പോൾ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു കാടാമ്പുഴ ഭഗവതി, ഈ ബസ്സിന്റെ ഐശ്വര്യം. കാടാമ്പുഴ ഇവിടെ മലപ്പുറം ജില്ലയിൽ എന്റെ വീടിന്റെ ഒക്കെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പല വഴികളും എല്ലായിടത്തും രജിസ്റ്റർ ചെയ്തിടുക, എല്ലാവരെയും വിളിച്ചു എല്ലാ വാതിലും മുട്ടുക, ഇങ്ങനെയുള്ള സങ്കല്പം ബഹുദൈവ വിശ്വാസികളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സവിശേഷത ഇസ്ലാമിന്റെ ഈ വിശ്വാസമുണ്ടല്ലോ, അള്ളാഹുവിലുള്ള വിശ്വാസം, അതങ്ങനെ ഒരു അന്ധമായ വിശ്വാസമല്ല. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു നാഥനില്ല എന്ന് പറയാൻ ഇന്നോളം ഒരാൾ ധൈര്യപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞവര് പോലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അനുഭവം കാണിച്ചു തന്നിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ എന്റെ വിഷയമല്ല. പറഞ്ഞു വരുന്നത്, നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടായേ തീരൂ. അത് മനുഷ്യന്റെ ബുദ്ധിയുടെ താല്പര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഈ പെയ്യുന്ന മഴയുണ്ടല്ലോ, ആ ഒരു വിഷയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു പോയിന്റ് പറയാം. ഈ പെയ്യുന്ന മഴയുണ്ടല്ലോ, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളം, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അതിനെ മേഘപടലങ്ങളിൽ നിന്ന് താഴോട്ടിറക്കിയത് നിങ്ങളോ അതോ നാമോ? ഇതത്ര വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ അള്ളാഹ് തുടർന്ന് പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, എന്ത്? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. എന്താണ് വിഷയം? ഈ ബാഷ്പീകരണത്തിലൂടെയാണല്ലോ നീരാവിയായി വെള്ളം ഉയർന്നിട്ട് അത് ഘനീഭവിച്ചിട്ടാണ് മഴ പെയ്യുന്നത് എന്ന് ഇപ്പോൾ നമുക്കറിയാം. അതറിഞ്ഞാലും ഇല്ലെങ്കിലും കാര്യം അങ്ങനെ തന്നെയാണ്. അത് പ്രപഞ്ചനാഥന്റെ ഒരു ക്രമമാണ്. ഈ ബാഷ്പീകരണ പ്രക്രിയ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഉപ്പ് രസമുള്ള സമുദ്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുളങ്ങളും തോടുകളും ആറുകളും അരുവികളും പുഴകളും എല്ലാം കൂടിയാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്. ആ വെള്ളം ഉപ്പ് രസമുള്ള വെള്ളമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് സമുദ്രങ്ങളിൽ നിന്നാണ്. സമുദ്രങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടന്നിട്ട് ഈ ഉപ്പ് രസ ബാഷ്പീകരണം നടക്കുമ്പോൾ ഉപ്പ് അതിന്റെ കൂടെ മേലോട്ട് പൊങ്ങുന്നില്ല. അതാണല്ലോ പറയുന്നത്. ഉപ്പ് ശുദ്ധീകരിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ഉപ്പ് ജലം ശുദ്ധീകരിക്കാൻ ഒരുപാട് ഡോളർ, ഒരുപാട് കാശ് ചെലവ് ചെയ്തിട്ടാണ് ആ പ്രക്രിയ നടക്കുന്നത്. ഇവിടെ 5 പൈസയുടെ ചെലവില്ലാതെ അള്ളാഹു പറയുന്നു, ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു. പക്ഷേ ഉപ്പ് അങ്ങോട്ട് ഉയരുന്നില്ല. ഉപ്പ് ആകാശത്തേക്ക് ഈ വെള്ളത്തിന്റെ കൂടെ ഉയർന്നിരുന്നുവെങ്കിൽ ഉപ്പുമഴ പെയ്യും, ഭൂമിയിൽ ജീവിതം അസാധ്യമാകും. നിങ്ങൾക്ക് കണ്ണു തുറന്നൊന്ന് ചിന്തിച്ചുകൂടെ? കണ്ണു തുറന്നൊന്ന് കണ്ടുകൂടെ? എന്നിട്ട് കൽബ് കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല. നമ്മൾ അള്ളാഹുവിനോടെ ചോദിക്കാവൂ, അവനോടെ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നത് അവൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. കാര്യങ്ങൾ അവന്റെ കയ്യിലാണ്. അവനോട് ചോദിച്ചാലേ കിട്ടൂ. ആരുടെ കയ്യിലാണോ കാര്യങ്ങളുള്ളത് അവനോട് ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ഇത് ഈ ദുനിയാവിൽ അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ, പ്രപഞ്ചനാഥന്റെ വിഷയത്തിൽ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പടച്ചവനെ, നീ നൽകിയാൽ അത് തടയാൻ കഴിയുന്നവനില്ല, നീ തടഞ്ഞാൽ അത് നൽകാൻ സാധിക്കുന്നവനുമില്ല. നിന്റെ ഓർഡറുകളെ സ്റ്റേ ചെയ്യിക്കാൻ ഒരധികാര കേന്ദ്രവുമില്ല. നിന്റെ എല്ലാ പ്രതാപവാന്മാരുടെ പ്രതാപങ്ങളും നിന്റെ പ്രതാപത്തിന്റെയും നിന്റെ ഐശ്വര്യത്തിന്റെയും മേലെയാണ്. ഇത്രയും ഞാൻ പറയാൻ കാരണം,
ഇസ്ലാമിന്റെ തൗഹീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഈ ആരാധനാവശം, ആ ആരാധനയിൽ വ്യതിചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ആരാധനകളിൽ കളകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ, ആ ആരാധനകൾക്കിടയിൽ പലരും മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, അവിടെ ആത്മീയതയുടെ പല കോലങ്ങളും പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ അതിന്റെ മൗലിക കാരണം, അതിന്റെ അടിസ്ഥാന കാരണം വിശ്വാസികൾക്കിടയിൽ അവരുടെ വിശ്വാസത്തിന് സംഭവിച്ചിട്ടുള്ള വ്യതിചലനം, ആ വിശ്വാസത്തിനേറ്റ പുഴുക്കുത്ത്, വിശ്വാസത്തിന്റെ ബലഹീനത അത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ, അവനിലേക്ക് എത്തുവാൻ വേറെ ഇടനിലക്കാരാവശ്യമില്ല. ഇത് ഇസ്ലാമിന്റെ വളരെ വ്യക്തമായ ഒരു അടിസ്ഥാനമാണ്. അള്ളാഹുവിലേക്ക് എത്തുവാൻ വേറെ ആരെയും കൂട്ടുപിടിക്കേണ്ടതില്ല, നേർക്കുനേരെ അവനോട് ചോദിക്കാവുന്നതാണ്. പല ചർച്ചകളും മുസ്ലിം സമുദായത്തിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നവയുണ്ടായിട്ടുണ്ട്, തവസ്സുലും ഇസ്തിഗാസയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിലേക്ക് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോവുക വിഷമകരമായ കാര്യമാണ്. പക്ഷേ 1-2 വാചകങ്ങളിൽ അതേപ്പറ്റി ഞാൻ പറയാം. വിസ്തരിച്ചു പറയണമെങ്കിൽ അത് തന്നെ ഒരു വിഷയമായി എടുക്കുമ്പോഴേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. തവസ്സുൽ എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെയല്ല. അനുവദനീയമായ പ്രവാചകൻ തന്നെ പഠിപ്പിച്ച തവസ്സുലുണ്ട്. ഉദാഹരണത്തിന് സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നാഥ, ഹദീസ് ബുഖാരിയിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഗുഹാവാസികൾ ഗുഹക്കകത്ത് അകപ്പെട്ട 3 ആളുകൾ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ രീതിയുണ്ട്. വിശദാംശങ്ങൾ ഒഴിവാക്കുകയാണ്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നല്ല ആളുകളോട്, സജ്ജനങ്ങളോട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാൻ വസിയ്യത്ത് ചെയ്യാറുണ്ട്. ഇത് ഇവർ മരിച്ചതിന് ശേഷവും തുടരാൻ ന്യായങ്ങളില്ല. പ്രവാചകന്റെ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തും മരിച്ച ആളുകളോട് എന്തെങ്കിലും ഇടപാട് നടത്തിയതായിട്ട്, മരിച്ച ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം, ഒരു വാർത്താവിനിമയം സ്ഥാപിച്ച് നിലനിർത്തിയതായിട്ട് സ്വീകാര്യയോഗ്യമായ ഒരു രേഖയിലും കാണുക സാധ്യമല്ല. അതുകൊണ്ട് അനുവദനീയമായ തവസ്സുലുണ്ട്, അതേസമയം നിഷിദ്ധമായ പ്രവാചകന്റെ മാതൃകയില്ലാത്ത തവസ്സുൽ നിങ്ങൾക്കറിയാം. ഇപ്പോ വളരെ വ്യാപകമായിട്ട് ഈ പള്ളികളിൽ ഖുതുബക്ക് ശേഷമോ നമസ്കാരത്തിന് ശേഷമോ നടത്തുന്ന കൂട്ടുപ്രാർത്ഥനകളിൽ ഇന്നുവരെ ഈ തവസ്സുലിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടില്ല. നേർക്ക് നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതേ കേട്ടിട്ടുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദം യുവാഫി നിഅമഹു വയുകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതേ നമ്മൾ കേൾക്കാറുള്ളൂ. അതേസമയം അതല്ലാത്ത എല്ലാ ചടങ്ങുകളിലും നമ്മുടെ മതപണ്ഡിതന്മാരിൽ ഒരു വലിയ വിഭാഗം പ്രാർത്ഥിക്കുന്നത് എപ്രകാരമാണ്? ആദ്യം ഒരു ഫാത്തിഹ ഓതും, 1 or 3 ഓതും അവരെ സമയത്തിന്റെ തിരക്കിന്റെ സ്വഭാവം അനുസരിച്ച്. എന്നിട്ട് പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ മുഅവ്വദത്തൈനി, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. ഇത് 3 പ്രാവശ്യമോ ഓരോ പ്രാവശ്യമോ ഒക്കെ ഓതിയതിനു ശേഷം പിന്നെ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? اللهم اوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة ناصلة وبركة شاملة എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. പടച്ചവനെ, ഞങ്ങൾ ഈ ഓതിയതിന് തുല്യമായ കൂലി ഒന്നാമതായിട്ട് റൗള ഷരീഫിലേക്ക് അയച്ചു കൊടുക്കണേ. ഈ പാവപ്പെട്ടവന്റെ ഫാത്തിഹ ഇവിടുന്ന് പാർസൽ കിട്ടിയിട്ടൊന്നും വേണ്ട അള്ളാന്റെ റസൂലിന്, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കണേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ചില വിരുദ്ധന്മാര്, സമർത്ഥന്മാര് നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ കുത്തുബീങ്ങൾക്കും ഷെയ്ഖന്മാർക്കും മദ്രീങ്ങൾക്കും മുഹദീങ്ങൾക്കും സകല സ്ഥലത്തേക്കും ഈ ഫാത്തിഹ ഓതിയിട്ട് ഇങ്ങനെ പിന്നെ അതിന്റെ കൂലി കൊടുത്തയക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവരുടെ ഹക്ക് കൊണ്ട്, അവരുടെ ജാഹ് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ കറാമാത്ത് കൊണ്ട് പാപികളും ദുർബലരുമായ ഞങ്ങളുടെ ഇന്നാലിന്ന കാര്യം നടത്തണേ. പിന്നെ അതാണ് വിഷയം. ഇത് തവസ്സുലിന്റെ ഒരു രീതിയാണ്. ഇടനിലക്കാരെ, ഇതാണ് തവസ്സുൽ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇസ്തിഗാസ എന്ന് പറയുന്നത് നേർക്ക് നേരെ തന്നെ ശൈഖന്മാരെ ആരെയാണോ അവരെ നേർക്ക് വിളിക്കുക, നേരിട്ട് വിളിക്കുക. ബദരീങ്ങളെ കാക്കണേ, മമ്പർത്തങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ വിളിക്കുക. ഇതൊക്കെ വളരെ പഴയ ചർച്ചകളാണ്. ഞാൻ ഈ കൂട്ടത്തിൽ അത് പരാമർശിക്കാനുള്ള കാരണം, ഇത്തരം ഇതൊക്കെ ചെയ്യാൻ അനുയായികളെ പാകപ്പെടുത്തി നിർത്തിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, ഇതൊന്നും സമൂഹത്തിൽ നിന്ന് എടുത്തു പോകരുത്, ഇതൊന്നും സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടരുത് എന്ന് കരുതിക്കൊണ്ട് ഇതിനെ കാത്തു നിർത്താൻ മതപണ്ഡിതന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മണ്ണുണ്ടല്ലോ. ആ മണ്ണ് എല്ലാ ആൾദൈവങ്ങൾക്കും വളരെ പെട്ടെന്ന് വളരാൻ പറ്റുന്ന വളക്കൂറുള്ള മണ്ണാണ്. അപ്പൊ ഈ ചൂഷകന്മാരെ വളർത്തുന്നത് ആര് എന്ന് നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളിലേക്ക് കുറേശ്ശെ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ നമ്മൾ എതിർക്കാൻ എന്താണ് കാരണം? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാതെ ഇടനിലക്കാരെ വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്?
അല്ലെങ്കിൽ നേർക്കുനേരെ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലരെയും വിളിക്കുന്നതിനെ നമ്മൾ എതിർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? നമുക്ക് അവരോടെന്തെങ്കിലും വിരോധം, ഈ മഹാന്മാരോടെന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടല്ല. ഇവർ ഇടനിലക്കാരായി നിർത്തിയിട്ടുള്ള മഹാന്മാരോട് നമുക്കെന്തെങ്കിലും പക, എന്തെങ്കിലും ഒരു വിദ്വേഷം, അതുകൊണ്ടല്ല. പിന്നെന്താണ് പ്രശ്നം? നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ അംസക്തും ബിഹിമാ എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ. നിങ്ങളുടെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മുമ്പിൽ ഞാൻ രണ്ട് സംഗതികൾ വിട്ടേച്ചു പോകുന്നു. അത് മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ പിഴക്കുകയില്ല. അതിലൊന്ന് വിശുദ്ധ ഖുർആനാൻ, രണ്ടാമത്തത് പ്രവാചകന്റെ ചര്യയാണ്. ഖൗലുഹു വ ഫിഅലുഹു വ തഖരീറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ പ്രവൃത്തികൾ, പ്രവാചക സാന്നിധ്യത്തിൽ വെച്ച് ഒരാൾ ഒരു കാര്യം ചെയ്തപ്പോൾ പ്രവാചകന്റെ മൗനാനുവാദം, സമ്മതം, ഇത് മൂന്നുമാണ്. ഈ മൂന്നിലും ബലപ്പെട്ടതല്ലാത്തത് അടിസ്ഥാന വിഷയങ്ങളിൽ പരിഗണനീയമല്ല എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനിൽ നോഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. 25ഓളം പ്രവാചകന്മാരുടെ കഥ അല്ലെങ്കിൽ ചരിത്രം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതിൽ നോഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരുപാട് പ്രവാചകന്മാരുടെ, ഈസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള നിരവധി പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. ഈ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്നിൽ, പ്രവാചകന്മാരുടെ പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനാ സ്വഭാവമുള്ള വേറെ കുറെ സൂക്തങ്ങൾ പ്രവാചകന്മാരുടേതൊന്നുമല്ലാതെ പൊതുവായിട്ട് ഖുർആനിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹ പോലെ അതൊരു പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നല്ല പ്രാർത്ഥനയുടെ മര്യാദ പഠിപ്പിക്കുന്ന അധ്യായവും കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഉൾപ്പെടെ വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലത്ത് പൊതുവായി പ്രാർത്ഥനാ സ്വഭാവത്തിലുള്ള സൂക്തങ്ങളുണ്ട്. ഇത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങനെ പൊതുവായി പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളും ഈ പൊതു സ്വഭാവത്തിൽ ഖുർആൻ ഉദ്ധരിച്ച പ്രാർത്ഥനകളുമല്ലാതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കുറെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിത്യജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രാർത്ഥനകളുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തുടങ്ങി ദിനചര്യയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട കുറെ പ്രാർത്ഥനകളുണ്ട്. ഈ ദിനചര്യകളുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളല്ലാതെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പോലെ പൊതുവായി പഠിപ്പിക്കപ്പെട്ട കുറെ പ്രാർത്ഥനകളുമുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥന, അല്ലാഹുമ്മ അൻത റബ്ബി ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, ഇങ്ങനെ തുടങ്ങുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നൂറുകണക്കിന് പ്രാർത്ഥനകളുണ്ട്. അത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചെല്ലേണ്ടതല്ല, എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അത്തരം പ്രാർത്ഥനകളുണ്ട്. ഈ പറഞ്ഞ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പ്രവാചകന്മാരുടേതൊന്നുമല്ലാതെ പൊതുവായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ദിനചര്യയുടെ ഭാഗത്തും ഓരോ ഘട്ടത്തിലും ചെല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, പൊതു സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, മഹാന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകനും സ്വഹാബിവര്യന്മാരും ഒക്കെ പ്രാർത്ഥിച്ചതായിട്ട് ആസാറുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ, ഇത് മുഴുക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇത് മുഴുക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചതല്ലാതെ അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയോടോ അള്ളാഹുവിനോടൊപ്പം വേറെ വല്ലവരോടോ പ്രാർത്ഥിച്ചതിന്റെ ഒരു ഉദാഹരണവും കണ്ടെത്തുക സാധ്യമല്ല. ഇതൊരു തർക്കരഹിതമായ വസ്തുതയാണ്. ഇതിന്റെ പിൻബലത്തിൽ ഇത് മാത്രമാണോ വിഷയമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം വലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. സത്യവിശ്വാസികളുടെ സവിശേഷതകൾ പറയുമ്പോൾ വഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സത്യവിശ്വാസികളുടെ സവിശേഷതകൾ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം വേറെ ഒരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്ന്. അപ്പോൾ ഈ പറഞ്ഞ വസ്തുതകളൊക്കെയും വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ കുറെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അല്ലാഹു ഉദ്ധരിച്ചിരിക്കുന്നു. പ്രവാചകന്മാരുടേതൊന്നുമല്ലാതെ പൊതുവായി പ്രാർത്ഥന പഠിപ്പിക്കുന്ന കുറെ സൂക്തങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ദിനചര്യയുടെ ഭാഗമായി നിത്യേന ആചരിക്കുവാൻ കുറെ പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. പൊതുവായ സ്വഭാവത്തിലുള്ള കുറെ പ്രാർത്ഥനകൾ പിന്നെ ഹദീസിൽ വേറെ തന്നെ നമ്മൾ കാണുന്നു. മഹാന്മാരായ ആളുകളുടെ പ്രാർത്ഥനകൾ ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ പ്രാമാണിക രേഖകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിനോടല്ല, ഇതിലൊന്നിലും അള്ളാഹുവല്ലാത്ത വേറെ ആരോടും പ്രാർത്ഥിച്ചതായിട്ട് ഒരു സൂചന പോലും ഇല്ലെന്ന് മാത്രമല്ല, അള്ളാഹുവല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനോടൊപ്പം വേറെ ആരെയും കൂട്ടി പ്രാർത്ഥിക്കരുത് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും വസ്തുതകൾ ഉണ്ടായിരിക്കെ
കഥകളുടെയും വ്യാഖ്യാനങ്ങളുടെയും പിന്നാലെ പോയി ഈ തവസ്സുലിനെയും ഇസ്തിഗാസയെയും ന്യായീകരിക്കാൻ മതപണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഇറങ്ങിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ട്? ഇത് നമ്മളൊരു ആലോചനാ വിഷയമാണ്. എന്തുകൊണ്ട് എന്നാലോചിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അതിന്റെ പിന്നിൽ സാമ്പത്തികമായ കാര്യലാഭങ്ങളാണ്. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് നടത്താവുന്ന ഒരു മേഖലയാണ് ആത്മീയത. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു വലിയ ബിസിനസ്, ഒരു കമ്പോളം, ഒരു സമാന്തരമായ ഒരു വ്യവഹാര മേഖല രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അധികം സാമ്പത്തിക ലാഭം മുതൽ മുടക്കൊന്നുമില്ലാതെ കോടികൾ വാരാവുന്ന ഒരു മേഖല. അതിന്റെ ചില ഗോഡൌണുകളിൽ ചില ചെറിയ റെയ്ഡുകൾ നടത്തിയതിനോടനുബന്ധിച്ചാണ് ഈ വിവാദങ്ങൾ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇതിടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടാറുള്ളതാണ്. ഈ ചൂഷകരെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിൽ, ഈ ചൂഷകർക്ക് അഭയം നൽകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ മതപണ്ഡിതന്മാരും പങ്കുവഹിക്കുന്നു എന്ന് നിർഭാഗ്യവശാൽ നമുക്ക് പറയേണ്ടി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ അറിയിച്ച ഒരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വിശ്വാസികളെ അല്ലാഹു ഉണർത്തുകയാണ്. പണ്ഡിതവര്യന്മാരിലും പുരോഹിതന്മാരിലും ഒട്ടുമിക്കവരും ഇന്ന കസീറൻ മിനൽ, എല്ലാരെയും ഒന്നിച്ചു പറഞ്ഞുകൂടാ, അങ്ങനല്ലാത്തവരുമുണ്ട്. പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. പണ്ഡിതന്മാർക്ക് സ്ഥാനം നൽകാനുള്ള കാരണം പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണവർ. പ്രവാചകന്മാർ ഇനി വരില്ല. അതുകൊണ്ട് അൽ ഉലമാ വറസത്തുൽ അംബിയ, പ്രവാചകന്മാരുടെ പിൻഗാമികൾ പൈതൃകം ഏറ്റെടുക്കേണ്ടവരാണവർ. ഇന്നൽ അംബിയ അലം യുവരിസു ദീനാരം വലാ ദിർഹമ ഇന്നമാ വറസു അൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. അതുകൊണ്ട് പണ്ഡിതന്മാർ, പ്രവാചകന്മാർ ദീനാറും ഡോളറും കറൻസിയും റിയാലും ഇത് അനന്തരമായിട്ട് വിട്ടേച്ചു പോയവരല്ല. അവര് വിവരം, ജ്ഞാനം, അറിവ്, അതിനെയാണ് അവർ കൈവിട്ടുപോയത്. അതിനെയാണ് അവർ നമുക്ക് വിട്ടേച്ചു പോയത്. അതിനെ മുറുകെ പിടിക്കുക, അത് വളർത്തുക, അത് പരിപോഷിപ്പിക്കുക, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. അറിവിന്റെ അടിസ്ഥാനത്തിൽ തലമുറകളെ സംസ്കരിച്ച് പരിഷ്കരിച്ച് നന്നാക്കിയെടുക്കുക. ഇതാണ് പണ്ഡിതന്മാരുടെ പണി. ഈ പണിയാണ് പണ്ഡിതന്മാർ ചെയ്യുന്നതെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ആ കാര്യത്തിൽ താൽക്കാലികമായ കാര്യലാഭങ്ങൾ നോട്ടങ്ങളിൽ ശ്രദ്ധയുണ്ടാകരുത്. സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സംരക്ഷിച്ച് നിലനിർത്തപ്പെടണം എന്ന് നേർക്കുനേരെ ആഗ്രഹിക്കുകയല്ല ഇവർ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ മേലിൽ നമ്മൾ ആക്ഷേപം, ഒരു കുറ്റം ചാർത്തുന്നത് ശരിയല്ല. പക്ഷെ താൽക്കാലികമായ കാര്യലാഭങ്ങൾ കിട്ടുന്ന മാർഗങ്ങൾ, വഴികളുണ്ടാകുമ്പോൾ ആ വഴികൾ ഇത് നമുക്ക് ഒരു നേട്ടമുള്ളതാണല്ലോ എന്ന നിലക്ക് അതിനോടൊരു സോഫ്റ്റ് കോർണർ, ഒരു മൃദുല സമീപനം, അത്തരം മൃദുല സമീപനങ്ങൾ പിന്നീട് വലിയ തിന്മകളിലേക്ക് വഴി തുറക്കുന്നു എന്നേ പറഞ്ഞുകൂടൂ എന്നാണ് എന്റെ അഭിപ്രായം. ഇത്തരം സാധ്യതകൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹിയുടെ കാലത്തും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖലീഫമാരോ അതിന്റെ ആനുകൂല്യം പറ്റാൻ പോയിട്ടില്ല. ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അത് തന്നെ ഒരു വിഷയമാക്കിയാൽ വേറെയും ഉദാഹരണങ്ങൾ കിട്ടിയേക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ, സന്താനം മരണപ്പെട്ടു പോയ ഒരു സന്ദർഭം, സാന്ദർഭികമായി ഒരു ഗ്രഹണവും സംഭവിച്ചു. ഗ്രഹണത്തെ സംബന്ധിച്ച് ജനങ്ങൾ ചിന്തിച്ചു, റസൂലുള്ളാഹിന്റെ കുട്ടി മരിച്ചതുകൊണ്ടാണ് ഗ്രഹണം. സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഇത് വളരെ പെട്ടെന്ന് പ്രചരിക്കും. പ്രവാചകന്റെ നുബുവത്ത് ചോദ്യം ചെയ്യപ്പെടുകയും പ്രവാചകൻ തന്നെ ജനങ്ങളാൽ പരിഹസിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഒരു മകൻ മരിച്ചപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ സൂര്യന് ഗ്രഹണം ബാധിക്കുക അല്ലെങ്കിൽ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ എന്ന് കരുതി റസൂലുള്ളാഹിക്ക് വേണമെങ്കിൽ മൗനം പാലിക്കാമായിരുന്നു. കാരണം അതിന്റെ അന്തിമ ഫലം ദഅവത്തിനാണല്ലോ, ഇസ്ലാമിക പ്രബോധനത്തിനാണല്ലോ എന്ന് സമാധാനിക്കാമായിരുന്നു. പക്ഷേ വിഡ്ഢിയോടാണ് സംസാരിക്കുന്നതെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞുകൂടാ. ഇത് പ്രബോധകന്മാരുടെ ഒരു സംസ്കാരമാകണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു വിഡ്ഢിയോടാണ് പറയുന്നത്, അവന്റെ മുമ്പിൽ എന്തും ചെലവാകും, അതുകൊണ്ട് അങ്ങനെ പഠിച്ചു പറയേണ്ടതില്ല, ഇവിടെ ഇപ്പൊ ഇത് മതി എന്ന് ഒരു പ്രബോധകൻ സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകന്മാരുടെ മാർഗം അതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് രാജാതിരാജനായ നാഥന്റെ ചില അടയാളങ്ങളാണ്. ഏതെങ്കിലും ഒരുത്തന്റെ ഒരു കുട്ടി മരിക്കുമ്പോഴേക്ക് അതിനൊന്നും സംഭവിക്കുകയില്ല എന്ന സ്വഭാവത്തിൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു വലിയ വാതിൽ തുറക്കാനിടവരുന്ന ഒരു വിഷയത്തിൽ കർക്കശമായ ഒരു നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു. ഉമർ അൽ ഫാറൂഖിന്റെ കാലത്ത് നിങ്ങൾക്കറിയാം, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന സന്ദർഭത്തിൽ ബൈഅത്തുർ റിദ്വാൻ നടന്ന ആ സന്ധി നടന്ന അതിന് സാക്ഷിയായ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് ആ വൃക്ഷത്തെ കാണുമ്പോൾ മറ്റു വൃക്ഷങ്ങളോട്, മറ്റു മരങ്ങളുടെ താഴെ അല്ലെങ്കിൽ ചോട്ടിലിരിക്കുന്നതിനേക്കാൾ ഒരു ആത്മീയ നിർവൃതി എന്ന് പറയാം. അങ്ങനെ ഒരവസ്ഥയുണ്ടെന്ന് കേട്ടു. അതനുവദിച്ചുകൂടാ, ആളെ വിട്ടിട്ട് ആ മരം മുറിപ്പിച്ചു.
എന്താണ് വിഷയം? അത്തരം ഒന്ന് എന്താണ്? നിർദോഷമല്ലേ? നിർദോഷകരമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നതും പ്രാഥമികമായി അനുഭവപ്പെടുന്നതുമായ വിഷയങ്ങൾ ക്രമേണ വലിയ ഫിത്നകളുടെ വാതിലുകളായിട്ട് തീരും. ഈ ഒരു ജാഗ്രത, ഇത് ഞാൻ വെറുതെ അത്ര സ്ഥാപിക്കാതെ ഒരു പ്രാസംഗികമായി രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇതുപോലെ ഇതൊരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഇങ്ങനെ ഒരു ജാഗ്രത മതപണ്ഡിതന്മാർക്കുണ്ടാകണം. കാരണം അവർ പ്രവാചകന്മാരുടെ അനന്തരമെടുത്തിട്ടുള്ളവരാണ്. അവരിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. നാടന്മാരെ പോലെയല്ല അവർക്കൊരു ചുമതലയുണ്ട്, അവർക്കൊരു ബാധ്യതയുണ്ട്. അവരുടെ കയ്യിലാണ് ഈ സമുദായത്തിന്റെ നേർവഴി. ആ വിഷയം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഇവരെടുക്കണം. അങ്ങനെ എടുക്കാതെ വരുമ്പോൾ അതിന് വിരുദ്ധമായി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി കണ്ണടക്കുന്നു. അത് ക്രമേണ വ്യതിചലിച്ച് എവിടെയോ എത്തുന്നു. പിന്നീട് ഇവർ വിചാരിച്ചാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഭൗതിക താല്പര്യങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് നമുക്ക് അതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്. പണ്ഡിത പുരോഹിതന്മാരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും അതാണ്. അവർ സാമ്പത്തികമായ ലാഭങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരും എന്ന് വിശുദ്ധ ഖുർആൻ ചാർത്തിയിട്ടുള്ള ഈ ഒരു ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, ഇത് വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. വിശേഷിച്ച് പണ്ഡിതന്മാരും അതുപോലെ ഉത്തരവാദപ്പെട്ട ആളുകളും. അപ്പം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വളരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ജനങ്ങളിൽ സൂക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ഇസ്ലാം അത്തരം എല്ലാ വാതിലുകളും അടച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ശക്തിയിലും അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളിലുമുള്ള അതിന്റെ എല്ലാ സംഗതികളും അതിന്റേതായ രീതിയിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു നാഥനിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വഴിയും വേറെ ഒരു ഏജൻസിയും വേറെ ഒരു കാലും വേറെ ഒരു വാതിലും നമുക്ക് മുട്ടേണ്ടി വരികയോ പിടിക്കേണ്ടി വരികയോ ഇല്ല എന്നതാണ്. പക്ഷേ ആ വിശ്വാസം ദുർബലമാകുന്നതിലൂടെ തങ്ങൾക്ക് സാമ്പത്തികമായ വല്ല ലാഭവും കിട്ടുമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വെച്ച് മൗനം അവലംബിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തെ ഇത്രമേൽ വഷളാക്കി എന്ന് പറയുന്നതായിരിക്കും ഒരു പക്ഷേ സൂക്ഷ്മത. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും സംബന്ധിച്ച് അതിന്റെ ഉചിതമായ ഒരു സ്ഥാനത്ത് ഞാൻ പറയാമെന്ന്. ഇപ്പോൾ നമ്മൾ പ്രവാചകന്മാരെ പറ്റി നമുക്ക് ഒന്നാമതായി ആലോചിക്കാം. പ്രവാചകന്മാരാരാണ്? പ്രവാചകനെ പറ്റി സാധാരണ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ചർച്ചയുണ്ട്. എന്താണ് പ്രവാചകനെ ഒരു സാധാരണ മനുഷ്യനാക്കിയേ അടങ്ങൂ എന്ന് ആർക്കെങ്കിലും വല്ല വാശിയുമുണ്ടോ? ഒരുപക്ഷെ പ്രബോധനപരമായ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്, പ്രബോധനപരമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇതര മതസ്ഥരായ ആളുകളുടെ മുമ്പിൽ പ്രവാചകനെ അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ദൈവപുത്രനോ ഹിന്ദു സഹോദരന്മാർ വിശ്വസിക്കുന്നത് പോലെ അവതാര പുരുഷനോ അല്ല. പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്നൊരു പക്ഷേ പ്രബോധനപരമായ ഉദ്ദേശത്താൽ ഒരാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അത് കേൾക്കുന്നവരെ അത് ആ ഒറ്റ വാക്കിൽ തീരുന്നില്ല. പിന്നെ അതിന്റെ വിശദീകരണങ്ങൾ വരുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പ്രവാചകനെ പറ്റി പറഞ്ഞാൽ അസാധാരണത്വം നഷ്ടപ്പെട്ടു പോകുമോ? അതിനെപ്പറ്റിയും വേണമല്ലോ ഒന്ന് ആലോചിച്ചു നോക്കുക. നമുക്ക് നമ്മുടെ തന്നെ കാര്യമെടുക്കാം. നമ്മളൊക്കെ ഇപ്പൊ സാധാരണക്കാരാണ്. നമ്മളെ പറ്റി പറയാ, നമ്മളിപ്പോ റോട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്, 2 സാധാരണക്കാരായ ആളുകളാണ് ആ പോണത്, അല്ലെങ്കിൽ 2 സാധാരണക്കാരായ ആളുകൾ ഒരു 10-100 ആളോടെ ഒരുമിച്ച് കൂടിയിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ അർത്ഥം നമുക്കാർക്കും ഒരു അസാധാരണത്വവും ഇല്ല എന്നാണോ? അല്ല. നമ്മുടെ കണ്ണുപോലെ, എന്റെ കണ്ണുപോലെ കണ്ണുള്ള ഒരു മനുഷ്യൻ ഈ ദുനിയാവിലില്ല. എന്റെ കണ്ണുപോലെ ഗൾഫിലൊക്കെ ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ണിന്റെ ഫോട്ടോ എടുക്കും. കണ്ണിന്റെ കമ്പ്യൂട്ടർ ക്യാമറ ഫോട്ടോ. എന്താണ്? അതൊരു വലിയ രേഖയാണ് കണ്ണ്. എന്റെ മുടി പോലെ മുടിയുള്ള ഒരു മുടി, 2-3 ഒരു മുടി കിട്ടിയിട്ട് ആ മുടി വിശകലനം ചെയ്താൽ ഒരു 4-5 ആളുണ്ടെങ്കിൽ ഇതിൽ ആരുടെ മുടിയാണ് ഇത് എന്ന് എന്ത് കണ്ടെത്താൻ കഴിയും? ഒരു മുടിയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതുപോലെ ഗന്ധം, നമുക്കൊരു മണമുണ്ട്. നമ്മൾ ഈ സ്പ്രേ അടിച്ചിട്ടുള്ള മണമൊന്നുമല്ല, കുളിക്കാൻ ഉപയോഗിച്ച സോപ്പിന്റെ ഗന്ധവുമല്ല, അല്ലാത്ത ഒരു ഗന്ധം. നിങ്ങൾ എങ്ങനെ കുളിച്ചാലും നിങ്ങൾ എന്ത് അത്തറ് പൂശിയാലും പോകാത്ത ഒരു ഗന്ധം. അതാണ് ഈ പോലീസ് നായ മണം പിടിക്കുന്നത്. 600 കോടി മനുഷ്യരുണ്ടെങ്കിൽ 600 കോടി ഗന്ധമുണ്ട്. അല്ലാതെ പോലീസ് നായന്റെ കഴിവൊന്നുമല്ല അത്. നായക്ക് പ്രത്യേകം ഗന്ധം തിരിച്ചറിയണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഗന്ധം വേണം. അപ്പൊ ഗന്ധം വ്യത്യസ്തമാണ്. വിരൽത്തുമ്പിന്റെ വിരൽത്തുമ്പിനെ പറ്റി പറഞ്ഞു. വിരൽത്തുമ്പ് വ്യത്യസ്തമാണ്. വിരലടയാളം കണ്ണിനെ പറ്റി പറഞ്ഞതുപോലെ, മണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, മുടിയെപ്പറ്റി പറഞ്ഞതുപോലെ. അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇതൊക്കെ വെവ്വേറെ ഉള്ളതോടൊപ്പം നമ്മൾ സാധാരണക്കാരാണ്. അപ്പോ സാധാരണക്കാർ എന്ന് പ്രയോഗിച്ചത് കൊണ്ട് അസാധാരണത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല.
പ്രവാചകനെ പറ്റി എപ്പോഴും സാധാരണ മനുഷ്യൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞിട്ടുള്ളത്. പ്രബോധനപരമായ ദഅവാപരമായ ഉദ്ദേശത്തിന് വേണ്ടി ഒരു സമൂഹത്തിൽ ഒരു കാര്യം പറയുമ്പോൾ മറ്റു അബദ്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകാതെ പ്രവാചകനെ യഥാവിധി മനസ്സിലാക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അങ്ങനെ പ്രയോഗിച്ചാൽ അതുകൊണ്ട് പ്രവാചകന് അസാധാരണത്വമില്ല എന്ന് പറയുന്നവരും കേൾക്കുന്നവരും ധരിക്കേണ്ട കാര്യമില്ല. കാരണം പ്രവാചകന്മാർക്കൊരു സവിശേഷതയുണ്ട്. പ്രവാചകന്മാർ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യപ്രകൃതിയിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും മകനായിട്ട് ജനിക്കുക, അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായിട്ട് ഗർഭാശയത്തിൽ ഗർഭം 10 മാസം ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു സ്വാഭാവിക രീതി. ഈ രീതിയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. പിന്നെ അവിടെ ഇഹലോകവാസം പടിഞ്ഞു. അവിടത്തേക്ക് സങ്കടം, സന്തോഷം, ദുഃഖം, വിഷമം, വിശപ്പ്, ദാഹം. അപ്പൊ മനുഷ്യനാണ്. അപ്പൊ പ്രവാചകൻ ഒരു പരിപൂർണനായ മനുഷ്യനാണ്. എന്താണ് വ്യത്യാസം? നിങ്ങളെപ്പോലെയാണോ എന്നെ പോലെയാണോ ഒരു സാധാരണ മനുഷ്യൻ? അല്ല. പ്രവാചകന്റെ വ്യത്യാസം എന്താണ്? പ്രവാചകന്റെ വ്യത്യാസം വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു. നമ്മൾ വേറെ റിസർച്ച് നടത്തിയിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തും കാണാം. വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തുണ്ട്, വേറെയും സ്ഥലത്തുണ്ട്. എന്ത്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അപ്പൊ ഞാൻ നിങ്ങളെപ്പോലെ, പ്രവാചകരെ താങ്കൾ പറ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അതാണ് ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്താ വ്യത്യാസം? നിങ്ങളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? യൂഹാ ഇലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നു. അപ്പൊ പ്രവാചകന്മാരാരാണ്? വഹി ലഭിക്കുന്ന മനുഷ്യർ. അതാണ് പ്രവാചകന്മാരുടെ യഥാർത്ഥ സ്ഥാനം. വഹി ലഭിക്കുന്ന മനുഷ്യർ. അവരവകാശപ്പെട്ടിട്ടില്ല എല്ലാ അദൃശ്യങ്ങളും അവരുടെ കയ്യിലാണ് എന്ന്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, അദൃശ്യങ്ങളുടെ ഖജനാവുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു അറിയിക്കുന്ന അളവിൽ അറിയിച്ച കാര്യങ്ങളല്ലാതെ പ്രവാചകന്മാർക്കും അറിയില്ല. അത് പ്രവാചകന്മാർ തന്നെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടാൻ, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ കൈവശമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയുകയുമില്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ, ഞാൻ മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ മലക്കാണെന്നോ എനിക്ക് അദൃശ്യം അറിയും എല്ലായ്പ്പോഴും എന്നോ എന്റെ അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ ഖറോഫിലാണെന്നോ ഒന്നും എനിക്ക് വാദമില്ല. ഇന്നത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈ, എനിക്ക് വഹി ലഭിക്കുന്നത് ഞാൻ പിൻപറ്റുന്നു, അത് ഞാൻ നിങ്ങളോട് വിളംബരം ചെയ്യുന്നു, അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അത്ര തന്നെ. ഇതാണ് പ്രവാചകന്മാരുടെ സ്ഥാനം. ഈ സ്ഥാനം പ്രവാചകന്മാർ തൃപ്തിപ്പെട്ട് പഠിപ്പിച്ച സ്ഥാനമാണ്. ഈ സ്ഥാനത്തവരെ നിർത്തലാണ് പ്രവാചകന്മാരെ ബഹുമാനിക്കൽ. ഈ സ്ഥാനത്ത് നിന്ന് അവരെ ഉയർത്തലാം, ഈ സ്ഥാനത്ത് നിന്ന് അവരെ ഉയർത്തി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകൽ അവരെ അനാദരിക്കലാണ്, അവരെ ആദരിക്കലല്ല. പ്രവാചകന്മാരെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം. പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും സ്നേഹിച്ചല്ലോ മക്കാ മുശ്രിക്കുകൾ. എങ്ങനെയാ സ്നേഹിച്ചത്? അവരുടെ പ്രതിമകളും രൂപങ്ങളും ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് കാണിക്കകളും നേർച്ചകളും നൈവേദ്യങ്ങളും അർത്ഥനകളും പ്രാർത്ഥനകളും കണ്ണീരും സങ്കടവും എല്ലാം അവിടെ എന്ന ഒരവസ്ഥയിൽ സ്നേഹിച്ചതാണ്. ഇത് വിരോധം കൊണ്ട് ചെയ്തതല്ല. സ്നേഹം, വഴിതെറ്റിയ സ്നേഹം. അതേ പ്രവാചകന്മാരെ ആ പ്രവാചകന്മാരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ചു. എങ്ങനെയാ സ്നേഹിച്ചത്? വിവരമില്ലാത്ത ജനത ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ, ഈ പ്രവാചകന്മാരുടെ പ്രതിമകളെ തല്ലിയൊടച്ച് പള്ളിക്കകത്ത് നിന്നെടുത്ത് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട്, അങ്ങനെ കയറിയിട്ട് തല്ലിയൊടച്ച് എടുത്ത് കളയല്ല ചെയ്തത്. ഏതൊരു ജനതയാണോ ഈ പ്രതിമകൾ സ്ഥാപിച്ച് നിലനിർത്തിയത് അവരുടെ ഉള്ളിൽ അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തിയിട്ട് അവരെ കൊണ്ട് തന്നെ അത് എടുത്തു മാറ്റിപ്പിച്ചു. സ്നേഹത്തിന്റെ രീതി മക്ക മുശ്രിക്കുകൾ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണോ? അതല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുൻഗാമികളായ പ്രവാചകന്മാരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണോ? അതാണ് സ്നേഹത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദൃശ്യമറിയാം. അത് അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം അറിയിച്ചു കൊടുത്ത അളവിൽ അവരത് ഒരു അവകാശവാദമായിട്ട് എടുത്തിട്ടില്ല. അത്തരം വെല്ലുവിളികളെ അവർ നേരിട്ടിട്ടുള്ളത് അള്ളാഹുവിനെ അതറിയൂ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന സ്വഭാവത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ സൂക്തങ്ങൾ കാണാം. വിസ്താര ഭയം കാരണം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അമ്പിയാക്കന്മാരെ കുറിച്ച് പൊതുവിൽ ഇത്രേ പറയേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വിപണി കൈയടക്കുന്നതിൽ അമ്പിയാക്കന്മാർക്ക് നേർക്കുനേരെ ഒരു പങ്കില്ല. അതേസമയം ഔലിയാക്കന്മാർ എന്ന് പറയാറുണ്ട് നമ്മൾ. ആരാണ് ഈ ഔലിയാക്കന്മാർ? അമ്പിയ ഔലിയാക്കൾ എന്നാണ് പറഞ്ഞു പോരുന്ന ശൈലി. നമ്മളൊക്കെ അങ്ങനെ പറയാറ്, അമ്പിയ ഔലിയാക്കന്മാർ. ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാരെ പോലെ ഒരു വിഭാഗമാണ് ഔലിയാക്കന്മാരും എന്ന് സാമാന്യജനം
ത്തിന് തോന്നാവുന്ന ഒരു സാഹചര്യമുണ്ടായി. വാസ്തവത്തിൽ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ടോ? അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വഹി ലഭിച്ചുകൊണ്ടിരുന്ന പരിപൂർണരായ മനുഷ്യർ, അതാണല്ലോ പ്രവാചകന്മാർ. അങ്ങനെ വഹി ലഭിക്കുന്നു എന്ന സവിശേഷത അവർക്കുണ്ട്. ഇത് സാധാരണ മനുഷ്യർക്കില്ലാത്ത ഒന്നാണ്. അതുപോലെ പ്രവാചകന്മാർക്ക് പാപ സുരക്ഷിതത്വമുണ്ട്. വലിയ അബദ്ധങ്ങളിൽ അവർ ചെന്ന് ചാടൂല്ല. ചെറിയ വീഴ്ചകൾ അവർക്ക് സംഭവിച്ചാൽ ഉടനെ അള്ളാഹു അത് തിരുത്തും. കാരണം എന്തെന്നാൽ ആ പ്രവാചകനെ നോക്കിയാണ് ഈ ജനത പഠിക്കുന്നത്. ചെറിയ അബദ്ധം എന്ന് പറഞ്ഞപ്പോ സൂറത്ത് അബസവത്തവല്ല നിങ്ങൾക്കറിയാം, അതങ്ങനെ ഒരു വലിയ തെറ്റല്ല. പക്ഷെ പ്രവാചകന്റെ സ്ഥാനവും പദവിയും വെച്ച് നോക്കുമ്പോ ഒരു പ്രവാചകൻ അത് ചേർന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി. ലോകാവസാനം വരെ ജനം ഓതിക്കൊണ്ടിരിക്കുകയാണ് അബസവത്തവല്ല അൻജാഅഹുൽ അഅമ എന്ന് തുടങ്ങി. അപ്പോ അത്രയും സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് കീഴിലാണ് പ്രവാചകന്മാർ വളരുന്നതെങ്കിൽ വളരുന്നത് എന്നതുകൊണ്ട് അവരെ നമുക്കൊരു പ്രത്യേക വിഭാഗം എന്ന നിലക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇസ്ലാം കാര്യങ്ങളിൽ, അങ്ങനെയാണ് ഈമാൻ കാര്യങ്ങളിലും പ്രവാചകന്മാരിലുള്ള വിശ്വാസം നമ്മൾ അംഗീകരിച്ച് പഠിപ്പിച്ചു പോരുന്നത്. പക്ഷേ ഔലിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ ഈ അമ്പിയാക്കന്മാരെക്കാളും ദർജ കൂടിയവരാണ് എന്ന് തോന്നിപ്പോകും കഥകൾ കേട്ടാൽ. അത്തരം കഥകൾ പ്രചരിപ്പിക്കാനാണ് പലർക്കും താല്പര്യം. ആ കഥകളാണ് ഇവരുടെ കമ്പോളത്തിന്റെ മുടക്കു മുതൽ എന്നതുകൊണ്ട് ആ കഥകൾ സജീവമാകണം എന്നിവരെ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഔലിയാക്കന്മാരെ പറ്റി നമ്മുടെ അഭിപ്രായം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് ഒരു കൂട്ടരില്ല. ഔലിയ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ പ്രത്യേകമായി. വലിയ എന്ന് പറയുന്നതിന്റെ ബഹുവചനമാണ് ഔലിയ എന്ന് പറയുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്? ഔലിയാക്കന്മാരാരാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണോ? എങ്കിൽ ഖുർആനിലേക്ക് തിരിയണം. തർക്ക വിഷയങ്ങളിലൊക്കെയും ഖുർആനിലേക്ക് വരണം. അപ്പോൾ അവ്യക്തതകൾ ദൂരീകരിക്കാനുള്ള വഴി, യഥാർത്ഥ വെളിച്ചത്തിന്റെ വഴി ഖുർആനിന്റെ വഴിയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. സൂറത്ത് യൂനുസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ ഭയപ്പെടുകയും ദുഃഖിക്കുകയും ഭയപ്പെടുകയുമില്ല എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും ഒന്നും ഉണ്ടാവില്ല, ഭയവും ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. അത് പരലോകത്തിന്റെ വിഷയമാണ്. അങ്ങനെ സത്യവിശ്വാസികളെ കുറിച്ച് പൊതുവിലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് നിയോഗിച്ച ശേഷം വഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് ഈ സന്മാർഗ സന്ദേശം വന്നു ലഭിച്ചാൽ ആര് ആ സന്മാർഗ സന്ദേശം അനുസരിച്ച് ജീവിക്കുന്നുവോ അവർ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട, ഭയപ്പെടുകയും ദുഃഖിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ ഭയം, ആ ദുഃഖം ഈ ദുനിയാവിലെ നമ്മുടെ താൽക്കാലികമായ പേടിയും സങ്കടവും ഒന്നുമല്ല. അത് പരലോകത്ത് വിചാരണയുടെ നാളിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ, എല്ലാ പിടിവള്ളികളും മറ്റുപോകുമ്പോൾ അവിടെ ഇവർക്ക് പ്രത്യേകമായ ഒരു സാന്ത്വനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗം വലാ അൻതും തഹ്സനൂൻ. എന്റെ ദാസന്മാരെ, നിങ്ങൾ ഭയപ്പെടണ്ട. തൽക്കാലം നിങ്ങളും ക്യൂവിൽ നിൽക്കേണ്ടി വരും, പക്ഷെ നിങ്ങൾ കയറിപ്പോകും, നിങ്ങൾ വഴിയാധാരായി പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഒരു സമാധാനം, ഒരു സമാശ്വാസം. പരലോകത്തിന്റെ ഭാഗം വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ ഇത്തരം പരാമർശങ്ങൾ നിരവധി കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകൻ ആരാണ് ഔലിയാക്കന്മാർ? ഔലിയാക്കന്മാരെ പറ്റി അള്ളാഹു പറഞ്ഞത് ആ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ ഈമാനുള്ളവരും മുത്തഖികളുമാണ്. ഈമാനും തഖ്വയുമാണ് അള്ളാന്റെ ഔലിയാക്കന്മാരുടെ സവിശേഷത. ഈമാനും തഖ്വയും ആർക്കെങ്കിലും അപൂർവമായിട്ടുണ്ടായാൽ മതിയോ? ഈമാനും തഖ്വയും ഇല്ലാതെ ഒരു വിശ്വാസി രക്ഷപ്പെടുമോ? അപ്പൊ സത്യവിശ്വാസികളെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു കൂട്ടര് പ്രത്യേക ഹാവഭാവത്തില് പ്രത്യേകമായ ശക്തി വിശേഷം എന്നിട്ട് നമ്മൾ പറയും. ഇപ്പൊ പുതിയ തലമുറയ്ക്ക് എനിക്കറിയോന്നറിയില്ല, പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പഴമക്കാരൊക്കെ പറയും എന്താ അയാളൊരു വിലായത്തുള്ള ആളാണ്. വിലായത്ത് എന്ന് കേട്ടാൽ എന്തോ ഒരു വലിയ സംഗതിയാണെന്നാണ് അപ്പോ സാധാരണക്കാർക്ക് തോന്നിപ്പോവുക. വിലായത്ത് എന്ന് പറയുന്നതിന്റെ നേരെ എതിർവശത്ത് അറബിയിൽ ഉപയോഗിക്കാവുന്ന വാക്ക് അദാവത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ശത്രുത എന്നർത്ഥം. അപ്പൊ അയാൾ അള്ളാഹുവിനോട് വിലായത്തിലാണോ അതല്ല അദാവത്തിലാണോ? നമ്മളൊക്കെ അള്ളാഹുവുമായിട്ട് എന്താണ് ചെങ്ങാത്തമാണോ അതല്ല ശത്രുതയിലാണോ? അള്ളാഹുമായി നമുക്ക് മിത്രബന്ധമോ അതല്ല ശത്രുബന്ധമോ? അള്ളാഹുമായി നാം മിത്രമായിട്ട് അള്ളാഹുവിന്റെ മിത്രങ്ങളായിട്ടാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ അവനോട് നമുക്കിഷ്ടം, നമ്മോട് അവർക്കിഷ്ടം, അവന്റെ വ്യവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ അവന്റെ കൽപ്പനകൾക്ക് പരമാവധി വിധേയമായി നമ്മൾ അങ്ങനെയാണോ? എങ്കിൽ ഇതാണ് വിലായത്ത്.
അല്ലെങ്കിൽ പിന്നെ അദാവത്താണ്. അപ്പോൾ ഒരാളെ പറ്റി അയാൾ വിലായത്തുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പദവി പ്രത്യേകമായിട്ട് ചാർത്തി കൊടുക്കുക, എന്നിട്ട് അയാള് മരിച്ചു കിട്ടാൻ കാത്തു നിൽക്കുക. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് അത് തന്നെ ഒരു വരുമാന മാർഗമായിട്ട് കാണുക. ഈ കാഴ്ചപ്പാട് പ്രവാചകന്റെ പിന്നെ അനുചരന്മാരോ സമൂഹത്തിന് പഠിപ്പിച്ച മാതൃകയിൽപ്പെട്ടതല്ല. അതുകൊണ്ട് ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. യഥാർത്ഥത്തിൽ അവന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുത്തഖികൾ മാത്രമാണ്. പക്ഷേ സാധാരണക്കാര്, സാമാന്യ ജനം, മിക്ക ആളുകളും അതറിയുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാരുണ്ട്, അതുപോലെ ഔലിയാക്കന്മാരുണ്ട്. പ്രവാചകന്മാര് അള്ളാഹുവിന്റെ നുബുവത്ത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പ്രത്യേകമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. അന്ത്യപ്രവാചകനോടുകൂടി ആ പരമ്പര അവസാനിച്ചു. പിന്നീട് പരമ്പര അവസാനിച്ചു. പിന്നീട് ഔലിയാക്കന്മാരുണ്ട്. അത് തഖ്വയും ഈമാനുമുള്ള ഓരോ വിശ്വാസിയും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഇത് ഒരുപാട് സ്ഥലത്ത് ഇതിനെ ബലപ്പെടുത്തുന്ന സൂക്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിസ്താര ഭയം കാരണം ഞാൻ അതിന്റെ വിശദീകരണങ്ങൾ ഒഴിവാക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തും ഔലിയാക്കന്മാരെ അഥവാ അള്ളാഹുവിനോട് ആത്മമിത്രം, അള്ളാഹുവിനോട് ചങ്ങാത്തത്തിൽ കഴിയുന്ന അവന്റെ വിശ്വാസികളായ ആളുകളിൽ അവന് ചിക്കുന്നവർക്ക് അവൻ കറാമത്ത് എന്ന് പറയുന്ന പ്രത്യേകമായ പരിഗണനകളും നൽകാറുണ്ട്. ഈ രണ്ടിനെയും അതിന്റേതായ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നുബുവ്വയെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അജ്സ് എന്ന് പറഞ്ഞാൽ ദൗർബല്യം, ദുർബലത, ബലഹീനത. അപ്പോ ശത്രുക്കളുടെ മുമ്പിൽ ശത്രുക്കളെ ബലഹീനരാക്കുക, അവരുടെ മുമ്പിൽ പ്രവാചകന്റെ ശക്തി, പ്രബോധനത്തിന്റെ ശക്തിവിശേഷം ഉയർത്തിക്കാണിക്കുക, അതാണ് മുഅ്ജിസത്തിന്റെ ഉദ്ദേശം. അങ്ങനെ മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആനാണ് എന്നെല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞിട്ട് ബഹുഗോത്ര സൈന്യം സുസംഘടിതമായി വാളൂരി പിടിച്ച് കുറെ ആളുകൾ ചുറ്റുമിരുന്നിട്ട് പ്രവാചകനെ വധിക്കാൻ വേണ്ടി കാത്തിരുന്നപ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പ്രവാചകൻ രക്ഷപ്പെട്ട സംഭവം പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, താങ്കൾ എറിഞ്ഞപ്പോ എറിഞ്ഞത് താങ്കളല്ല, അല്ലാഹുവാൻ. പ്രവാചകന്റെ ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് നമുക്കത് കാണാവുന്നതാണ്. അപ്പോ അങ്ങനെ കാണുന്ന സംഭവങ്ങളുണ്ട്. ഈ മുഅ്ജിസത്തുകൾ മുമ്പത്തെ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലും ചരിത്ര വിവരണങ്ങളിലും ഈ മുഅ്ജിസത്തുകളുടെ വിവരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് വലിയ വാഗ്വാദം നടക്കാൻ പോവാൻ. ആ ഘട്ടത്തിലാണ് അള്ളാന്റെ ചോദ്യം, മൂസേ നിന്റെ കയ്യിൽ എന്താണ്? വമാ തിൽക ബിയമീനിക യാ മൂസ ഖാല ഹിയ അസായ തവക്കഹു അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖ്റാ. ചോദിച്ചത് എന്താ കയ്യിൽ എന്നാണ്. പക്ഷെ മറുപടി അത്രയൊന്നല്ല, സാമാന്യം വിസ്തരിച്ചെന്നെ അങ്ങോട്ട് കൊടുത്തു. എന്താണ് മൂസേ കയ്യില്? അതെന്റെ വടിയാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെന്റെ വടിയാണ്, ഞാൻ അതുമ്മ ഊന്നി അങ്ങനെ ഇരിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ആടിന് ഇലെടുക്കാറുണ്ട്, വേറെ പല ഉപകാരവും അതുകൊണ്ടുണ്ട്. അപ്പൊ ഖാല അൽഖിഹാ യാ മൂസ, മൂസ താങ്കൾ അത് ഇടുക. ഫഅൽഖാഹാ ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ. മൂസാ നബി അലൈഹി സ്വലാം അത് ഇട്ടപ്പോ അതൊരു വലിയ സർപ്പമായിട്ട് ഇഴയാൻ തുടങ്ങി. ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, താങ്കൾ അതിനെ പിടിക്കുക, എടുക്കുക, ഭയപ്പെടണ്ട, നാം അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കും. അപ്പൊ എന്റെ കയ്യിലുള്ള ഈ വടിക്ക് ഇങ്ങനെ സർപ്പമാകാൻ, പാമ്പായി രൂപപ്പെടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് ഈ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിന് അറിയുമായിരുന്നില്ല. ഇത് പെട്ടെന്ന് പാമ്പ് രൂപം മാറിയോടുകൂടി പേടിച്ചു. അതാണ് പേടിക്കണ്ട, ലാ തഖഫ് സനുഈദുഹാ സീറതഹൽ ഊലാ. അപ്പൊ പ്രവാചകന്മാരുടെ ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ ആ കഴിവ് ആ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ അത് പ്രവാചകന്മാരുടെ ഒരു അടിസ്ഥാന സ്വഭാവമായി, ഒരു നിത്യമായി കൂടെ നിലനിൽക്കുന്ന പ്രകൃതമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയൂ എന്ന് നാം പറയുന്നത് ഇത് ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് 2 അതിഥികളുടെ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് അതിലേക്ക് ക്ഷണിച്ചു, സദ്യയിലേക്ക്. കൈ നീളുന്നില്ല ഭക്ഷണത്തിന്റെ നേരെ. അദ്ദേഹം പരിഭ്രമിച്ചു. അപ്പൊ മലക്കുകൾ ഭക്ഷണം കഴിക്കൂല എന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയാം. പക്ഷെ ഇത് മലക്കാണെന്ന് മനസ്സിലാകണ്ടേ?
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ പറ്റി അപവാദമുണ്ടായി. ആ സംഭവം നിങ്ങൾക്കറിയാം, സൂറത്തുൻ നൂറിന്റെ ആദ്യ ഭാഗത്തുണ്ട്. അത് വിശദീകരിക്കൽ എന്റെ ഉദ്ദേശമല്ല. വളരെ സങ്കീർണമാണ്. ഹദീസ് വഴി പരിശോധിച്ചാൽ വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും വേദന ഒരു ഭർത്താവ് എന്ന നിലക്ക് തന്റെ ഭാര്യയുടെ നേരെ തൽപര കക്ഷികൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയ കഥ കേട്ടിട്ട് പ്രവാചകൻ മനം നൊന്തതിന്റെ ആഴം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിജസ്ഥിതി അറിയാൻ കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ വഹയി കിട്ടുന്നത് വരെയും പ്രവാചകൻ അതിലൊരു നിലപാടെടുക്കാൻ സാധിച്ചില്ല എന്ന് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ളവർ ഉദ്ധരിച്ച ഹദീസ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അപ്പൊ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിന്റെ സ്ഥിതി ഇപ്രകാരമാണെങ്കിൽ ഇതുപോലെയുള്ള ഇത്രയും സ്ഥാനം ഇത്ര തന്നെയും ഇതുപോലെയുള്ള സ്ഥാനവും പോലും യഥാർത്ഥത്തിൽ കറാമത്തുകൾക്ക് പ്രമാണങ്ങൾ നൽകിയിട്ടില്ല. കാരണം കറാമത്ത് എന്ന് പറയുന്നത് മുഅ്ജിസത്ത് വെളിപ്പെടുത്താനുള്ളതാണ്. ഔലിയാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിശ്വസിച്ച് തഖ്വയോടെ ജീവിക്കുന്ന വിശ്വാസികളായ ആളുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ ചില പ്രത്യേക കഴിവുകൾ നൽകും, പരിഗണനകൾ നൽകും. ആ പരിഗണനകൾ പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ളതല്ല. അത് അവർക്കുള്ള ഒരു ആദരവാണ്. ചില സന്നിഗ്ധ ഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്താനാണ്. അത് ചില സംഘങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഏത് കാലത്തും കിട്ടും. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവർക്ക് അള്ളാഹുവിന്റെ ഒരു സഹായമാണത്. അതൊരു അത്ഭുതകരമായ രൂപത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു സഹായം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കറാമത്ത് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. സക്കരിയ നബി അലൈഹിസ്സലാം മെഹ്റാബിലേക്ക് വന്ന് നോക്കുമ്പോൾ മറിയം ബീവി അലൈഹിസ്സലാം അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹ മറിയം ബീവി അവരുടെ മുമ്പിൽ മെഹ്റാബിൽ ഈ സക്കരിയ നബി അലൈഹിസ്സലാം വന്ന് നോക്കുമ്പോൾ നല്ല വിശിഷ്ടങ്ങളായ പല സാധനങ്ങളും. അപ്പൊ ആ മറിയം അന്നാലക്കി ഹാദാ, മറിയം ഇത് എവിടുന്ന? ആ മറിയം അവർകൾ മറുപടി പറഞ്ഞു, കാലത്ത് ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹുവിന്റെ കയ്യിൽ നിന്നാണ്, അള്ളാഹ് കൊടുത്തതാണ്, മെഹ്റാബിൽ കൊടുത്തു കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖല തുസാഖിതു ഇലൈകി റുത്ബൻ ജനിയ, ഈത്തപ്പ അലൈകി തുസാഖിതു അലൈകി റുത്ബൻ ജനിയ. ആ മരം പിടിച്ചിട്ട്, ഈത്തപ്പന മരം പിടിച്ചിട്ട് കുലുക്കിയപ്പോ ഉണങ്ങിയ മരം, അല്ലെങ്കിൽ പിന്നെ അതിലൊരു അത്ഭുതമില്ലല്ലോ, ഉണങ്ങിയ ഈത്തപ്പന മരത്തിൽ നിന്നും ഈത്തപ്പഴം വീണു. അവര് മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്നും അല്ലെങ്കിൽ അലൈഹസ്സലാം എന്നും എന്ന് ഞാൻ പറയാൻ കാരണം അവരെന്തായാലും പ്രവാചകനല്ല. നമുക്കറിയാം അവർക്ക് വഹയി ലഭിച്ചിരുന്നില്ല. അവര് പ്രവാചകന്മാരുടെ ഗണത്തിൽ പരിഗണിക്കപ്പെടുന്ന ആളല്ല. ഒരു സാലിഹത്തായ സ്ത്രീ, ഒരു മഹദി, അവർക്ക് അള്ളാഹു ഇങ്ങനെ അംഗീകാരം നൽകി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ സ്വഭാവത്തിൽ മഹാന്മാരായ ആളുകളെ, സത്യവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർക്ക് അള്ളാഹു ചില അംഗീകാരങ്ങൾ നൽകും. ആ അംഗീകാരം ആർക്കൊക്കെയാ നൽകുന്നത് എന്ന് നോക്കലും എന്നിട്ട് അതിന് പ്രചാരം കൊടുക്കലും അവിടെ കാളക്കൂട്ടലും ഇതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രവാചകന്റെയും അനുചരന്മാരുടെയും സംസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവിടെ നിന്ന് 5 നേരം നമസ്കരിക്കുമായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് മുമ്പിലായിരുന്നു. അതാണ് വലിയന്റെ ഔലിയ എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഈമാനും തഖ്വയും, ആ ഈമാനിന്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിലുള്ള ജീവിതം, ആ ജീവിതത്തിലേക്കാണ് ജനങ്ങളെ നമ്മൾ വിളിക്കേണ്ടത്. അതിന് പകരം മഹാന്മാരായ ആളുകൾ, ഒരു പ്രത്യേക കൂട്ടർ, അവർക്ക് പ്രത്യേകമായ പദവി, അവർക്ക് പ്രത്യേകമായ ലോകം, അതിന് പ്രത്യേകമായ ഭാഷയും കോഡും, അങ്ങനെ ഒരു പ്രപഞ്ചം തന്നെ, ആത്മീയതയുടെ ഒരു ചക്രവാളം തന്നെ രൂപപ്പെടുത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതവും മരണവും സമം എന്ന് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാലാണ് ജീവിക്കുന്നതിനേക്കാൾ ശക്തി എന്ന് തോന്നിപ്പോകും പലരുടെയും പ്രചാരണങ്ങൾ കേട്ടാൽ. അതിന് പറ്റിയ കഥകളും ഒരുപാട് ഗ്രന്ഥങ്ങളും ഏടുകളുമുണ്ട്. അത് പാടിപ്പറഞ്ഞും അച്ചടിച്ചും, ഇപ്പോ പുതിയ ലോകം, പുതിയ സംവിധാനങ്ങൾ വന്നപ്പോ അത് ഇതുപോലെ TV ഡിസ്കിലാക്കിയും പല കോലത്തിലുമായി, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെയായി ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ തകൃതിയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാന്മാരായ ആളുകളെ വില കുറച്ച് കാണിക്കുന്ന, മഹാന്മാരായ ആളുകളുടെ മഹത്വം, അവരുടെ ആ യഥാർത്ഥ ജീവിത മാതൃക ജനങ്ങളുടെ മുമ്പിൽ നിന്ന് തുടച്ചു നീക്കി അവരെ ഒരു വല്ലാത്ത വേറെ ഒരു അവസ്ഥയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥിതിവിശേഷം എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം ജനങ്ങളുടെ മനസ്സ് ഏത് ചൂഷകർക്കും വളച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെട്ടിരിക്കും എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് വലിയ 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 മഹാന്മാരുടെ, ഇപ്പോ എന്തിനധികം പറയണം, മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം പോലെയല്ല മുഹയ്യദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. എന്തുകൊണ്ട് സംഭവിച്ചതാണ്?
ഈ മദ്ഹബിന്റെ ഇമാമുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ, റിഫായി ഷെയ്ഖിനെ പോലെയുള്ള മഹാന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. എന്തുകൊണ്ട്? ഈമാനും തഖ്വയുമുള്ള എല്ലാ വിശ്വാസിയും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണല്ലോ. പക്ഷേ ഇമാം ഷാഫിഈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? എന്നാൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സോ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം എവിടെ നിന്ന് വന്നു? അത് ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ഇവരൊക്കെയും മഹാന്മാരാണ്, ഇവരൊക്കെയും ഇസ്ലാമിക ജീവിതം നയിച്ചവരാണ്, ഇവരൊക്കെയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ്. എന്തിന് ഗുനിയത്തു ത്വാലിബീൻ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി അവർക്കൊരു ഗ്രന്ഥമുണ്ട്, അൽ ഗുനിയ ലി ത്വാലിബിൽ ഹഖ്. വളരെ പ്രസിദ്ധമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ ശക്തമായി ഈ ചൂഷകർക്കെതിരിൽ ശബ്ദമുയർത്തുന്നുണ്ട്. ഇന്നി അറാ ഉലമാഅക്കും ജുഹാലൻ വസുഹാദക്കും ത്വാലിബീന ദുനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ ഈ പണ്ഡിതന്മാരെ ഞാൻ വെറും വിഡ്ഢികളായിട്ട് കാണുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വിരക്തരായ ആളുകളുണ്ടല്ലോ, ഒന്നും വേണ്ട, എനിക്ക് ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞവർ, അവർ ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ആ പരിത്യാഗമാണ്, എല്ലാം മട്ടമളയാനുള്ള മാർഗം, എല്ലാം സ്വന്തമാക്കാൻ ഒന്നും വേണ്ട എന്ന് പ്രഖ്യാപിക്കലാണ് എളുപ്പവഴി എന്നതുകൊണ്ട് സുഹൃത്തിന്റെ വഴി സ്വീകരിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ പടപ്പുകളെയല്ല പടച്ചവനെയാണ് തവക്കുലാക്കേണ്ടത് എന്നെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ എഴുതി വെച്ച മഹാൻ. എന്നിട്ട് ആ മഹാനെ പറ്റി അദ്ദേഹത്തിന്റെ പേരിൽ ഇത്ര കാലമായി പല തരത്തിലുള്ള കഥകളും പാടിയും പറഞ്ഞും കുറെ മുമ്പത് ഉണ്ടായിരുന്നത് ഇപ്പോ ഈ അടുത്ത കാലത്ത് കുറേയും കൂടി ഇത്തരം സംഗതികളൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ, എന്നിട്ട് തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ജീലാനി ദിനാചരണത്തിന്റെ ആ ഒരു ഏതോ അതിനോടടുത്തൊരു സന്ദർഭത്തിൽ നാട്ടിൽ വന്നപ്പോ തെക്കൻ കേരളത്തില് ബസ്സിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ പല പള്ളികളിൽ നിന്നും 7 ദിവസം 6 ദിവസം 5 ദിവസം ഒക്കെ ഈ മാല കാസറ്റാക്കിയിട്ട് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ നിന്നിത് പരസ്യമായി ലൗഡ് സ്പീക്കറിലൂടെ ആളുകളെ കേൾപ്പിക്കുന്നിടത്തേക്ക് എത്തുന്നു. എന്നെ പിടിച്ചവർ ഏതും പിടിക്കണ്ട, എന്നെ പിടിച്ചവർ ഏതും പിടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ, എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. ഇങ്ങനെ ഇത് എഴുതിയ ആൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് സംഗതി ഇത്തിരി ഓവറാണ് എന്ന്. അതുകൊണ്ട് മൂപ്പർ ആ സ്വഭാവത്തിലാണ് അതൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അവർകൾ ഈ ഒന്യ പോലെയുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ എല്ലാ കിതാബിലും തറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം അള്ളാഹുവിനെയും പ്രവാചകനെയും മുറുകെ പിടിക്കണം, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം, പടപ്പുകളുടെ പിന്നാലെ പോകരുത്. എന്നിട്ട് ഷെയ്ഖ് അവർകളെ കുറിച്ച് ഇവർ പറയുന്നതോ എന്നെ പിടിച്ചവർ ഏതും പിടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നോവർ. ഈ രീതിയിൽ മഹാന്മാരെ താറടിച്ചു കാണിക്കുന്ന, ഇതിനേക്കാൾ സങ്കടകരമാണ് അഹമ്മദ് അൽ കബീർ റിഫായി, മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമുക്കൊക്കെ വാങ്ങി വായിക്കാൻ കിട്ടും ഗ്രന്ഥങ്ങളിൽ. വളരെ വലിയ ഇസ്ലാമിക സേവനം ചെയ്ത മഹാനവർകൾ, ആത്മീയമായ സമൂഹത്തിന്റെ ദാഹം തീർത്തുകൊണ്ട് ആത്മീയതയുടെ വഴിയിലൂടെ ജനങ്ങളെ ഇസ്ലാമിന്റെ പാന്താവിലേക്ക് ക്ഷണിച്ച മഹാൻ. എന്നിട്ട് അദ്ദേഹത്തെ പറ്റി എല്ലാം കൂടി പറയാൻ ഇവിടെ നേരമില്ല. ഒരു സാമ്പിൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാൻ, മാല ഞാൻ നേരത്തെ പാടണം ഉദ്ദേശിച്ചല്ല, അതിന്റെ ഇടയിൽ അങ്ങ് വന്നപ്പോ കൂട്ടത്തിൽ നിങ്ങൾ കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ. വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഈ അഹമ്മദ് അൽ കബീർ റിഫായി അവരുടെ പേരിലുള്ള മാല, റിഫായി മാലയിൽ പറയാൻ, ഈ മഹാൻ അവർകള് ചണ്ടയും കൊട്ടിക്കൊണ്ട് കഅബം തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നത്രേ. ചണ്ട കൊട്ടിക്കൊണ്ട് കഅബം തവാഫ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ മക്കയിലുള്ള ആളുകൾ പറഞ്ഞു, ചണ്ട കൊട്ടിയിട്ടൊന്നും ചെയ്യണ്ട, അല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അപ്പൊ ഇദ്ദേഹം ചെണ്ട ഒരു മതിലുമ തൂക്കിയിട്ട് കഅബത്തോട് ചെണ്ടയെ തവാഫ് ചെയ്യാൻ കൽപ്പിച്ചു. അങ്ങനെ കഅബം ചെണ്ടയെ തവാഫ് ചെയ്തു. അല്ലാഹ് ഞെട്ടിവിറച്ചു. മലായിക്കത്തുകൾ ആകെ വിറകൊണ്ടു, 7 ആകാശവും വാതിൽ തുറന്നു എന്നൊക്കെയാണ് മാലയിൽ പറയുന്നത്. ഇതിനെ ന്യായീകരിക്കാനും ഇതിനെ വിശദീകരിക്കാനും വരെ ഇവിടെ ആളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ, മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ, മക്കികൾ ഇംബിതം വേണ്ടാന്ന് ചൊന്നോവർ, ഉടനെ റിഫായി മാദിലും മെൽ കുളത്തിയാൽ അഫഫൽ കഅബം തവാഫെന്ന് ചൊന്നോവർ, ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ, 7 ആകാശം വാതിൽ തുറന്നു പോയി, ഇളകി മലക്കുകൾ ഒക്കെയും വിളിച്ചോവർ. നോക്കണം, ആ സ്വാമി പണ്ട് ഇപ്പൊ അടുത്ത് തോക്കുമായിട്ട് ആലുവ സ്റ്റേഷനിൽ ചെന്നപ്പോണ്ടായല്ലോ പോലീസുകാർക്കൊരവസ്ഥ.
അതുപോലെയായി എന്നാണ് അള്ളാഹിനെയും മലക്കുകളെയും പറ്റി ഇവർ വർണ്ണിച്ചിരിക്കുന്നത്. ഇത് മഹാന്മാരെ ബഹുമാനിക്കലാണോ അതോ അനാദരിക്കലോ എന്ന് പറഞ്ഞാൽ, ചെണ്ട മുട്ടിയിട്ട് തവാഫ് ചെയ്യാൻ ചെന്നപ്പോ ഇவ்விதം വേണ്ട എന്ന് മക്കക്കാര് പറഞ്ഞപ്പോ ചെണ്ട മതിലിൽ തൂക്കിയിട്ട് മതിലിന് ചെണ്ടയോട് കഅബയോട് ചെണ്ടയെ തവാഫ് ചെയ്യാൻ, അങ്ങനെ ചെണ്ട അതിന്റെ മതില് ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫാഴി എന്നല്ലാ വിളിച്ചോവർ. അങ്ങനെ കഅബം തുളുങ്ങാൻ തുടങ്ങിയപ്പോ തുള്ളാൻ തുടങ്ങിയപ്പോ ഒളിവർ റിഫാഴി എന്നല്ലാ വിളിച്ചോവർ, 7 ആകാശത്തിന്റെ വാതിലും തുറന്നു, മലക്കുകൾ ഒന്നാകെ ഇളകിവശായി എന്നൊക്കെയാണ് മാലയിൽ പറയുന്നത്. ഇത്തരം സംഗതികൾ ഈ മഹാൻ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചതിക്കുഴി എവിടെയാണ്? സുസമ്മതരും മഹാന്മാരുമായ ഇത്തരം ആളുകളുടെ പേരിൽ എന്ത് കഥയും പ്രചരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സ് അങ്ങനെ ഒരു അവസ്ഥയിൽ ആക്കി നിർത്തിയാൽ പിന്നെ അങ്ങനെ മാത്രമേ ഈ ചൂഷകരായ ഇതിന്റെ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് മുതലെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് മഹാന്മാരെ തന്നെ പിടികൂടി ഇവർ. എന്നിട്ട് ഈ മഹാന്മാരുടെ പേരിൽ ഇതിനൊക്കെ വ്യാഖ്യാനിക്കാനും ഇതിനൊക്കെ ബലപ്പെടുത്താനും വരെ ആളുകളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പോ ഇങ്ങനെ നമ്മളൊരു പ്രസംഗം നടത്തിയാൽ ഇതിന് മറുപടി പ്രസംഗം നടത്താൻ ആളുകൾ ഉള്ളിടത്തോളം ഈ കാര്യങ്ങൾ എത്തുന്നു. ഇതൊരു നീക്കപ്പെടേണ്ടുന്ന എതിർക്കപ്പെടേണ്ടുന്ന ഒരു തിന്മയായിട്ട് കാണാൻ പണ്ഡിതവര്യന്മാരായ ആളുകൾക്കേ സാധിക്കൂ. ആ പണ്ഡിതന്റെ സ്ഥാനത്ത് നമ്മുടെ മതപണ്ഡിതന്മാർ നിൽക്കുന്നുവെങ്കിൽ, ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കുന്നുവെങ്കിൽ, ഈ ആത്മീയതയെയും ഈ ആത്മീയതയുടെ ഈ കച്ചവടവൽക്കരണത്തെയും ഈ ആൾ ദൈവങ്ങളുടെ അഴിഞ്ഞാട്ടത്തെയും നിയന്ത്രിക്കുന്ന മാതൃകാ യോഗ്യമായ ഒരു സമൂഹമായിട്ട് മുസ്ലിം സമൂഹം ഉയർന്നു നിൽക്കും. അല്ലെങ്കിൽ ആ ചതിക്കുഴിയിൽ, ആ ചേറിൽ, ആ ചളിക്കുണ്ടിൽ ഇവരും മൂക്കറ്റം മുങ്ങും. ഇന്നത്തെ സ്ഥിതി അതാണ്. ഓരോന്ന് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങിയപ്പോ നീർക്കോലി മുതൽ രാജവമ്പാല വരെ പലതുമുണ്ട്. രാജവമ്പാലമാരുടെ അടുത്തേക്കൊന്നും ആരും എത്തിയിട്ടില്ല. നീർക്കോലികളുടെ മാളത്തിലേക്ക് കുറേശ്ശെ വെള്ളം ചെല്ലാൻ തുടങ്ങിയപ്പോ പുറത്തിറങ്ങിയ സാധനങ്ങൾ നോക്കുമ്പോ അതിലൊന്നും ഒരു നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ആനുകൂല്യവും വേണ്ട. സമുദായത്തിന് നല്ല അളവിലുള്ള റിസർവേഷൻ ആ മേഖലയിൽ കിട്ടിയിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾ ആലോചിക്കണം. മഹാന്മാരായ ആളുകളെപ്പറ്റി അങ്ങനെ പറഞ്ഞു എവിടെ എത്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്കറിയാം. പ്രവാചകന്റെ മകന് അസുഖം പിടിപെട്ടപ്പോ ഭാര്യ ആളെ പറഞ്ഞയച്ചു. പ്രവാചകന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പൊ വരാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ഞാനിവിടെ ഒരു അർജന്റ് ഒരു കാര്യത്തിലാണ്. ഞാനതിന്റെ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വിവരിക്കുകയാണ്. അപ്പോ ഭാര്യ വീണ്ടും പറഞ്ഞയച്ചു, അങ്ങനെ പോരാ, തിരി ഗുരുതരമാണ്, ഇപ്പൊ തന്നെ വരണം. അങ്ങനെ റസൂലുള്ള വന്നിട്ട് തന്റെ പൊന്നോമന പുത്രനെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ചുംബനം കൊടുത്തു. ആ റസൂലുള്ളാന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഈ മകന്റെ കവിളിലേക്ക് അങ്ങനെ ഉറ്റി വീണു. ചരിത്രം രേഖപ്പെടുത്തുന്നു. മരണത്തിന്റെ വിളിക്കു മുമ്പിൽ ഉത്തരം താൻ നൽകുന്ന സ്വന്തം പൊന്നോമന പുത്രന്റെ ആ മരണത്തിന് സാക്ഷിയായിക്കൊണ്ട് ദുഃഖിതനായ ഒരു പിതാവിന്റെ എല്ലാ സങ്കടത്തോടും കൂടെ മുഹമ്മദ് മുസ്തഫ. ആലോചിക്കണം. അതേസമയം നിങ്ങൾക്കറിയുമോ, മഹാനായ ശൈഖ് അവർകളുടെ ഒരു സുഹൃത്തിന്റെ റൂഹ് മലക്കുൽ മൗത്ത് അസ്രായീൽ പിടിച്ചു എന്ന ഒരു കാരണത്താൽ അസ്രായീലിന്റെ പറഞ്ഞിട്ട് റൂഹുകളൊക്കെ പുറത്തിറങ്ങി അതാത് ജഡത്തിൽ തന്നെ തിരിച്ചു കയറി. അന്ന് എടുത്ത പണിയൊക്കെ വെറുതായല്ലോ എന്ന സങ്കടത്തോടുകൂടി സങ്കടപ്പെട്ട് പിരിഞ്ഞു പോകുന്ന അസ്രായീൽ ഈ പോക്കെവിടേക്കാണ്? ഈ പ്രചാരണങ്ങൾ, ഈ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നത് എന്തിനാണ്? ഇതിനെപ്പറ്റിയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും സംഘടനാ കക്ഷിത്വങ്ങൾക്ക് അതീതമായി ഗൗരവത്തോടെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തണം. അത്ഭുത സിദ്ധികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അത്ഭുത കർമ്മങ്ങളെ സംബന്ധിച്ചും സിദ്ധന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. വ്യാജ സിദ്ധൻ എന്ന പ്രയോഗത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ഒരു സിദ്ധിയും ആർക്കും നൽകാത്ത സ്ഥിതിക്ക് ഔദ്യോഗികമായ ഒന്നുണ്ടെങ്കിലല്ലേ വ്യാജം എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. ഈ സിദ്ധി അവകാശപ്പെടുന്നത് ആരൊക്കെയാണോ അതൊക്കെയും വ്യാജമാണ്. പ്രവാചകന്മാരോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് ശരിക്കും അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസികളോ സ്വന്തം നിലക്കൊരു സിദ്ധിയും അവകാശപ്പെട്ടവരല്ല. അവരതിലൂടെ ഒരു വരുമാന മാർഗവും കണ്ടെത്തിയിട്ടില്ല. അവരതിലൂടെ പാമര ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അപ്പോ ഇവിടെ പല രീതിയിലുള്ള പ്രചാരണങ്ങളും കാണാം. ഇന്നിപ്പോ അഭ്യസ്ത വിദ്യരായ ആളുകളൊക്കെ ഇതിൽ പെട്ടുപോകുന്നു. ഇപ്പോ ഈ മൊബൈൽ ഫോണുകൾ വ്യാപകമായപ്പോൾ മൊബൈൽ ഫോണിൽ SMS ആയിട്ട് നമ്മുടെ ഗ്രഹനില, ഈ ഫോൺ കൊണ്ടുവന്നാൽ തന്നെ ഇവന്റെ ഗ്രഹനില തെറ്റും. അതിന്റെ പുറമെ ഈ SMS കൂടി ആകുമ്പോ ഏകദേശം ആ ആളുകളുടെ സ്ഥിതി എന്താകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അത്യന്താധുനികവൽക്കരിക്കപ്പെടുന്നു എന്നതല്ലാതെ അതൊന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നില്ല. അത്ഭുത സിദ്ധിയുള്ള മോതിരങ്ങൾ അല്ലെങ്കിൽ അത്ഭുത സിദ്ധിയുള്ള ഏലസുകൾ പലയിടത്തും പ്രസംഗത്തിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും, ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ നല്ല ഏപ്രിൽ മെയ് ചൂട് കാലത്ത്
റോഡരികിൽ രാവിലെ ഒരു 10 മണിയായപ്പോഴേക്ക് ഇയാൾ വന്നിരിക്കുന്നു. ഒന്നുകിൽ പിച്ചളയുടെയോ അല്ലെങ്കിൽ ചെമ്പിന്റെയോ സ്റ്റീലിന്റെയോ ഒക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു തളികയിൽ കുറെ മോതിരങ്ങൾ അല്ലെങ്കിൽ ഏലസ്. എന്നിട്ട് ഇതിന്റെ മാഹാത്മ്യം, ഒരുവിധ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് തന്നെ മതി, സർവ്വരോഗ സംഹാരിയാണ്. ഇത് വെറും സ്കെഡ് മാത്രമല്ല, പാട്രിയോട്ട് കൂടിയാണ്. അങ്ങോട്ട് ആക്രമിക്കാനും ഇങ്ങോട്ട് വരുന്ന ആക്രമണം തടയാനും കഴിയും. അതുകൊണ്ട് ഇതിന് ശത്രുദോഷ നിവാരണത്തിന്റെ ഗുണമുണ്ട്. ആഗ്രഹ സഫലീകരണത്തിനും ഉദ്ദിഷ്ടകാര്യ ലാഭത്തിനും ഒക്കെ ഇത് പറ്റും. എല്ലാത്തിനും പറ്റുന്ന സിദ്ധൌഷധമായ ഈ പഞ്ചലോഹ മോതിരം, ഇതിന്റെ മാഹാത്മ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാളിരുന്ന് പറഞ്ഞാൽ വിഷമമാണ്. അതുകൊണ്ട് ലേശം എക്കോ ചേർത്തിട്ട് ഓഡിയോ കാസറ്റ് തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ടേപ്പ് റെക്കോർഡറിൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, തിരിച്ചും മറിച്ചും. ശ്രദ്ധിച്ചു കേൾക്കണം, പഞ്ചലോഹ മോതിരങ്ങളുടെ മാഹാത്മ്യമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഈ റോഡരികിലിരിക്കുന്നു, വളരെ വിയർത്ത് ശരീരത്തിലൂടെ അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു വിയർപ്പ്. ഓരോ ബസ്സും പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രൈവറ്റ് ബസ്സുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, 2-3 മിനിറ്റ് കഴിയുമ്പോഴേ ആളെ പിന്നെ കാണൂ, അമ്മാതിരി പുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും അദ്ദേഹം അവിടെ തന്നെയുണ്ട്. പഞ്ചലോഹ മോതിരങ്ങളുടെ മാഹാത്മ്യം, അത്ഭുത സിദ്ധിയുള്ള ഏലസുകൾ, അതൊക്കെയാണ് വിഷയം. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 10-15 മോതിരങ്ങൾ ഈ പ്ലേറ്റിലുണ്ട്, എല്ലാം ഇയാളുടെ കീഴിൽ. വീട്ടിൽ നിന്ന് അയാൾ അതുമായിട്ടാണ് വന്നത്. വിറ്റുപോയില്ലെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനും പോകുന്നു എന്ന് പറഞ്ഞാൽ അയാളുടേതാണ് ആ മോതിരം. ഈ പറയുന്ന ഒരു അത്ഭുതവും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ആ മോതിരം നമ്മൾ വില കൊടുത്ത് വാങ്ങി നമ്മുടെ കാശ് അയാളുടെ കീശയിലെത്തുമ്പോ അയാളുടെ നില മെച്ചപ്പെടുകയും നമ്മളുടെ സ്ഥിതി മോശമാവുകയും ചെയ്യുന്നു. അപ്പൊ ഈ പഞ്ചലോഹ മോതിരത്തിന് ഇത്രയും വലിയ അത്ഭുതമുണ്ടെങ്കിൽ, ഇത്രയും വലിയ അത്ഭുത ശേഷിയുണ്ടെങ്കിൽ പിന്നെ അത് വിറ്റഴിക്കപ്പെടുമോ? അത് ചിന്തിക്കാൻ ഒരു പക്ഷേ അഭ്യസ്തവിദ്യനായ നമ്മുടെ ഇന്നത്തെ ആധുനിക സാക്ഷരന് സാധ്യമാകുന്നില്ല. കൈനോട്ടക്കാരെ കാണാം. ഈ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ആ ഫുട്പാത്തിൽ നമുക്ക് കാണാം, പിന്നെ കയ്യിന്റെ പിക്ചറുള്ള ചിത്രമുള്ള ബാനർ ചെരിച്ചു കെട്ടിയിട്ട് അതിന്റെ മറവിൽ ഈ മനുഷ്യൻ ഇരിക്കാൻ. രാവിലെ വന്ന ഇരിപ്പാൻ, വൈകുന്നേരം വരെ അവിടെ ആരെങ്കിലും വരുമോ വല്ല വിവരം കെട്ടോനും എന്ന് നോക്കിയിട്ട് മുഖലക്ഷണവും പറയും. ചിലരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇവനെ പോക്കറ്റ് അടിക്കാൻ നല്ല പറ്റിയ സൈസാണ്. അതുകൊണ്ട് മുഖലക്ഷണവും ഇവർ പറയും എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ കൈനോട്ടവും മുഖലക്ഷണവും. എന്നാൽ ഇയാൾക്ക് രാവിലെ എണീറ്റിട്ട് ആദ്യം സ്വന്തം കൈയൊന്ന് നോക്കിക്കൂടെ, ഇന്ന് എത്ര വരുമാനം കിട്ടും, എത്ര മണിക്കാ ആള് വരിക, എന്നിട്ട് അതിനനുസരിച്ച് വന്നിരുന്നാ പോരെ? ഈ ഏപ്രിൽ മെയ് മാസത്തിൽ ഈ ചൂടും കൊണ്ടുകൊണ്ട് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊടിയും പുകയും സഹിച്ച് റോഡരികിൽ ഇരിക്കണോ? അങ്ങനൊന്നും ചിന്തിക്കാൻ ആളെ കിട്ടൂല. അവിടെയാണ് ഇതിന്റെ ലക്ഷ്യം, അങ്ങനെ അവിടെയാണ് ഇതിന്റെ മെച്ചം, അവിടെയാണ് എല്ലാ അത്ഭുതങ്ങളും വിറ്റഴിക്കപ്പെടുന്നത്. വിഡ്ഢികളുടെ അങ്ങാടിയിൽ ബുദ്ധി കൊണ്ട് കച്ചവടം നടത്തുന്ന പണ്ഡിതന്മാർ എന്ന് പറഞ്ഞല്ലോ പണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബിസിനസ് തകഴ്ച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് എല്ലാ വിഭാഗങ്ങളും വിപണി തേടിക്കൊണ്ടിരിക്കുന്നു. അതിന് പുതിയ ദിക്റുകളുണ്ട്, പുതിയ സലാത്തുകളുണ്ട്. അങ്ങനെ സലാത്ത് വാർഷികങ്ങൾ, ദുആ സമ്മേളനങ്ങൾ, അഖണ്ഡനാമ യജ്ഞങ്ങൾ, സുവിശേഷ പ്രഭാഷണങ്ങൾ, രോഗശാന്തി ശുശ്രൂഷകൾ. ഇപ്പൊ ഈ അടുത്ത് തെക്കൻ കേരളത്തിൽ ഒരിടത്ത് യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ ഞാൻ കണ്ടു കമാലിയ സലാത്ത്. ഇത്രയും കാലം പഠിച്ചിട്ടും അങ്ങനെ ഒരു സലാത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അപ്പൊ പുതിയ പുതിയ സലാത്ത്, അങ്ങനെ പുതിയ ദിക്റുകൾ, പുതിയ മന്ത്രങ്ങൾ, പുതിയ തന്ത്രങ്ങൾ, ഇതൊരു വലിയ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ്. സത്യവിശ്വാസികളെ വളരെ ശക്തമായി ബോധവൽക്കരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരെന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെപ്പറ്റി മൗനം പാലിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ജിന്ന് സേവ. അതിനെപ്പറ്റിയും ഏതാനും വാചകങ്ങൾ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ജിന്ന് കൂടിയ ബീവിയുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ രഹസ്യവും അവിടെ നിന്ന് മണിയായിട്ട് കിട്ടുമെന്നാണ്. മഷിനോട്ടം എന്ന് പറഞ്ഞിട്ട് വേറൊരു പരിപാടിയുണ്ട്. ഇതൊക്കെ ഇത്രയും ആധികാരികമായ ഒരു സംഗതിയാണെങ്കിൽ ഒരുപാട് കുറ്റങ്ങളും കേസുകളും ഉണ്ടല്ലോ ഇവിടെ തുമ്പില്ലാതെ കിടക്കുന്നത്. അതിനൊന്നിനും ഇത് പറ്റൂല. ഇവരുടെ പ്രശ്നം പരിഹരിക്കാനും ഇത് പറ്റൂല. ഇവരെ വീട്ടിൽ എന്തെങ്കിലും സ്ഫോടനം നടന്നാൽ പോലീസിനെയാണ് ഇവർ കാശ് കൊടുത്തിട്ട് പിടിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ അത്ഭുതത്തിനും എല്ലാ രോഗത്തിനും ചികിത്സയുള്ള അമൃതാനന്ദമായി ഏറ്റവും വലിയ ഹോസ്പിറ്റൽ നടത്തുന്നത് എന്തിന് എന്നൊരു ചോദ്യം വരുന്നത്. ആഗ്രഹ സഫലീകരണത്തിനും രോഗനിവാരണത്തിനുമൊക്കെ ഇന്ന ദർഗയിലേക്ക് യാത്ര നടത്തിയാൽ മതി എന്ന് പരസ്യം കൊടുക്കുന്ന ആ ദർഗ സ്വന്തമായിട്ട് ആശുപത്രി നടത്തുന്നത് എന്തിന് എന്ന ചോദ്യം അപ്പോഴാണ് അവിടെ നിന്നുണ്ടാകുന്നത്. അപ്പൊ അവർക്കതറിയാം. പക്ഷേ ചിന്തിക്കാത്ത ഒരു സാമാന്യ ജനമുണ്ടല്ലോ എന്നതാണ് ഇവരുടെ വിഷയം. അവിടെ നിന്നാണ് ഇപ്പൊ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ജിന്നിന്റെ കാര്യം. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് നിങ്ങൾക്ക് കാണാം. ഫലമ്മാ ഖളാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ് തഅകുലു മിൻ സഅതഹ് ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. സൂറത്തു സബയിൽ നിങ്ങൾക്ക് കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാം വടികുത്തിപ്പിടിച്ചിട്ട് ഈ ഭൂതപ്രേതാദികളെല്ലാം കൂടി പണിയെടുക്കുന്നതും നോക്കി അതിന്റെ മേൽനോട്ടക്കാരനായിട്ട് നിൽക്കാൻ. അതിന്റെ ഇടയിൽ എപ്പോഴോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ റൂഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ പിടിച്ചു. പക്ഷേ മരിച്ച ഉടനെ തന്നെ
ഇദ്ദേഹം മറിഞ്ഞു വീണില്ല. എന്തുകൊണ്ട്? വടിയുണ്ടല്ലോ. അപ്പൊ വടിയുടെ സഹായം കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ നിന്നു. എന്നിട്ട് ഖുർആൻ പറയാൻ മാ ദല്ലഹും അലാ മൗതിഹി ഫലമ്മാ ഖളാ അലൈഹിൽ മൗത, നാം അദ്ദേഹത്തിന്റെ മേൽ മരണം വിധിച്ചപ്പോൾ മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തഅകുലു മിൻ സഅതഹു, അദ്ദേഹത്തിന്റെ വടി തിന്നുകൊണ്ടിരുന്ന ചതലുകളാണ് അദ്ദേഹത്തെ മരണമറിയിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം മരണമറിഞ്ഞിരുന്നില്ല, ജനം മരണമറിഞ്ഞിരുന്നില്ല. അങ്ങനെ മലക്കുകൾ ഫലമ്മാ ഖറ, ഈ ചതലുകൾ വടി തിന്നിട്ട് വടി മുറിഞ്ഞ് ഇദ്ദേഹം മറിഞ്ഞു വീണപ്പോൾ ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു, ഇദ്ദേഹം മറിഞ്ഞു വീണപ്പോ ജിന്നുകൾക്ക് ബോധ്യം വന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, തങ്ങൾക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ, ഈ ജിന്നുകൾക്ക് അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, മരിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ നിന്ന് പണിയെടുക്കേണ്ടി വരുന്നുണ്ട്, പിന്നെ അധ്വാനിക്കേണ്ടിയിരുന്നില്ല. നേതാവ് മരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ പിരിഞ്ഞു പോകാമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ മലക്കുകൾ കൊയ്ബറിയില്ല എന്ന് ഇത്രയും ഖണ്ഡിതമായി ഖുർആൻ പറഞ്ഞിട്ട് ഈ ജിന്നിനെ കണ്ട് പേടിച്ചിട്ട് ബുദ്ധിയുടെ സമനില തെറ്റിയ ആള് പറയുന്നത് കേൾക്കാൻ വേണ്ടി അവിടെ കമ്പോളം മറ കിട്ടിയിരുന്ന ആള് കൂടും. വലിയ വിഷമമൊന്നുമില്ല, എന്ത് പ്രചരിപ്പിച്ചാലും ആളുകൾ വിശ്വസിക്കുമെന്നതാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ. ഇതിലൊക്കെ പല രസകരമായ ഉദാഹരണങ്ങളും ഉണ്ട്. ഞാൻ അതിലേക്ക് പോകാത്തത് അത് പലരെയും അവഹേളിക്കുന്ന സ്വഭാവത്തിലായി പോകുമോ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ പത്രദ്വാര പലതും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ചൂഷണത്തിന്റെ ലോകം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആഴമുള്ളതാണ് എന്നാണ് എന്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, ഞാൻ ഈ സംസാരം അധികം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇനി ഇതിന്റെ വേറെ ചില വശങ്ങളിലേക്ക് കൂടി സംക്ഷിപ്തമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ ഒരു ആത്മീയത, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഒരു ആത്മീയ കാഴ്ചപ്പാടിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിലുള്ള വിശ്വാസം, ഇസ്ലാമിന്റെ തൗഹീദിന്റെ അടിത്തറ, തൗഹീദ് എന്ന് പറയുന്നതിന്റെ വളരെ സുപ്രധാനമായ ഒരു ഭാഗം അള്ളാഹുവിലുള്ള ഈ അദൃശ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഭാഗമാണ്. അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ ഗുണവിശേഷങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ വിശ്വാസം. അങ്ങനെ ഇസ്ലാമിന് ആകെ കൂടി ഒരു ആത്മീയത മാത്രമല്ല ഉള്ളത്. ഇസ്ലാം ഒരു സമഗ്രമായ ഒരു നിയമസംഹിതയാണ്. അതിലെ ഈ ആത്മീയത എന്ന് സാധാരണ പറയുമ്പോൾ മനുഷ്യന്റെ ഒരു ആത്മാവ്, മനുഷ്യന്റെ മനസ്സ് എന്ന് പറയാം. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സഹ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സ് അത് നല്ലതും ചീത്തയോടുമുള്ള ഒരു ലാഞ്ചന, രണ്ടിന്റെയും പ്രകൃതം അതിലുണ്ട്. അതിനെ നമുക്ക് വളർത്തി വളർത്തി ഉയർത്തി അങ്ങനെ നന്നാക്കാം. അതിനെ നമ്മൾക്ക് അതിന്റെ പോകുന്ന വഴിക്ക് വിട്ടേച്ച് അവഗണിച്ച് അങ്ങനെ അതിനെ നമുക്ക് ഏറ്റവും ദുഷിച്ച മലീമസമായ ഒന്നാക്കി മാറ്റി ഈ മനുഷ്യനെ തന്നെ നാശത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്യാം. രണ്ടിനും വകുപ്പുണ്ട്. അത് നമ്മൾ ഇസ്ലാമിന്റെ ആത്മീയത എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഈ ശുദ്ധ പ്രകൃതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള വഴിയാണ്. ആ നിലക്ക് ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം ഇസ്ലാമിലെ നമസ്കാരമാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ ആത്മീയ പ്രവർത്തനം, ആധ്യാത്മികത മുറ്റി നിൽക്കുന്ന ഇസ്ലാമിലെ ഒരു കർമ്മം എന്ന് നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാം. ആ നമസ്കാരത്തെ ഖുർആൻ വിലയിരുത്തിയപ്പോൾ ശ്രദ്ധിക്കണം, നമസ്കരിക്കാത്തവരെ പറ്റിയല്ല അള്ളാഹ് പറയുന്നത്. നമസ്കരിക്കാത്തവർക്ക് നാശം, അങ്ങനെ ഒരു സൂറത്ത് ഖുർആനിലില്ല, അങ്ങനെ ഒരായത്ത്. അതേസമയം ഖുർആനിൽ ഒരായത്തുണ്ട്. എന്താണ്? നമസ്കരിക്കുന്നവർക്ക് നാശം. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. എന്താണ് അവരുടെ മേലിലുള്ള കുറ്റം? രണ്ടെണ്ണമാണ്. ഒന്ന്, അവർ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. സൂറത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാനതിപ്പോ അവിടെ ഓതി അർത്ഥം പറയാം, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ഒന്നവർ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. എന്താണ് അശ്രദ്ധരാകാനുള്ള കാരണം? അവർക്കതിൽ ആത്മാർത്ഥതയില്ല. കാരണം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീനഹും യുറാഊൻ എന്ന് പറഞ്ഞല്ലോ, ആളുകളെ കാണിക്കാനാണ് ഈ നമസ്കാരം. കാണിക്കാൻ ഇങ്ങനെയൊക്കെ മതി, നിസ്കരിക്കുക എന്ന് പറയാം. കുമ്പിടുക നീരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ ഓൻ നിസ്കരിക്കുന്നവനാണ്, അത്രേ ഇയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവൻ അള്ളാഹുവുമായിട്ടുള്ള ഇവന്റെ ബന്ധം ശരിയല്ല. അതാണ് ഒരു കുഴപ്പം. അത് മാത്രമാണോ? അല്ല, രണ്ടാമത്തെ ഒന്നും കൂടിയുണ്ട്. വയംനഊനൽ മാഊൻ, അവൻ പരോപകാര വസ്തുക്കളെ തടയുന്നവനാണ്. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആധ്യാത്മിക പ്രവർത്തനത്തെ വിലയിരുത്തിയപ്പോൾ ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റൊന്ന് പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ ആത്മീയത പൗരോഹിത്യ മതങ്ങളുടെ ആത്മീയത പോലെയല്ല. ഇതിനെ നമുക്ക് മനുഷ്യപ്പറ്റുള്ള ആത്മീയത എന്ന് പറയാം. മനുഷ്യപ്പറ്റുള്ള ആത്മീയത. എന്തുകൊണ്ട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ വലിയ സൂറത്തോതിയിട്ട് നീട്ടി നമസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഖിറാഅത്ത് തുടങ്ങുമ്പോഴേക്ക്, ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോഴേക്ക് പിന്നിൽ നിന്ന് സ്ത്രീകളുടെ കൂടെ പള്ളിയിൽ വന്ന കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും. ഫഅസ്മഉ ബുകാഅ സ്വബി, ചെറിയ കുട്ടികളുടെ കരച്ചിൽ. ആ കുഞ്ഞ് കരയുമ്പോ കുഞ്ഞിന്റെ മാതാവിന് വിഷമമുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ നമസ്കാരം ചുരുക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായ ആ നമസ്കാരം എന്ന് പറയുന്ന കർമ്മം നിർവഹിക്കുന്നതിൽ പങ്കാളിയായ മാതാവിന്റെ മനോവിഷമം പരിഗണിച്ചുകൊണ്ട് നമസ്കാരം ചുരുക്കുന്ന പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകന്റെ ആത്മീയതയുണ്ടല്ലോ, അത് കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ചിട്ട് കേസിൽ കുടുങ്ങുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജാറം മൂടുകയോ തുലാഭാരം വെക്കുകയോ കാണിക്ക സമർപ്പിക്കുകയോ ചെയ്താൽ എല്ലാത്തിനും ശാന്തിയാകുന്ന ആത്മീയതയുണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ രാവും പകലും തമ്മിലുള്ള അന്തരമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ആത്മീയത കേവലമായ ആത്മീയതയല്ല. അല്ലാമ ഇക്ബാൽ ഒരിക്കൽ പറഞ്ഞു, അല്ലാമ ഇക്ബാൽ ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹം അത് പറയാനുള്ള കാരണം, ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ പോയി. തുർക്കിയും ഒരു സുഹൃത്തിന്റെ കൂടെ കഹാ മുജാഹിദെ തുർക്കീനെ ബാദ നമാസ് തവീൽ സജദാഹൈം ക്യോം ഇസ് ഖദർ തുമാരേ ഇമാം. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞപ്പോ ഈ സുഹൃത്ത് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ഇമാം എന്താ ഇത്ര സുദീർഘമായിട്ട് സുജൂദ് ചെയ്യുന്നത്? എന്നിട്ട് ഇക്ബാൽ പറയാൻ, ഓ സാദാ മർദേ മുജാഹിദ് ഓ മുഅ്മിനെ ആസാദ് ഖബർ നതി ക്യാ ചീസ് ഹേ ഖബർ നതി ഉസേ ക്യാ ചീസ് ഹേ ഗുലാം നമാസേ ഗുലാം. ആ പാവപ്പെട്ട മുജാഹിദായ ഒരു ധീര പോരാളിയായ ആ ഒരു സാധുവായ മുഅ്മിനുണ്ടല്ലോ, അവൻ അറിയില്ല ഈ അടിമയുടെ ഈ മാനസിക ബന്ധന വെറും ഒരു അടിമയായ ഒരുത്തന്റെ നമസ്കാരം എന്താണ് എന്നിവൻ അറിയില്ല. തെവീൽ സജദ അഗർ ഹൈ തോ ക്യാ തഅജ്ജുബ് ഹൈ വറായെ സജദ ഗരീബോം കോ അവർ ക്യാ ഹേ കാം. അയാൾ സുദീർഘമായിട്ട് സുജൂദ് ചെയ്താൽ എന്താണ് അത്ഭുതം? സുജൂദൊന്നല്ലാതെ പിന്നെ ഇവർക്കെന്താണ് പണി എന്നാണ് ഇക്ബാൽ ചോദിച്ചത്. അപ്പൊ പള്ളിയിൽ ദീർഘങ്ങളായ സുജൂദിൽ കടന്ന് ദിക്റുകളും ദുആകളും മാത്രമായിട്ട് കഴിഞ്ഞുകൂടി ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിത വിഷമങ്ങൾ ഒന്നും മനസ്സിലാക്കാത്ത ഒരു ആത്മീയതയുടെ ഒരു ലോകം, ദിക്റുകളുടെയും സലാത്തുകളുടെയും പ്രാർത്ഥനകളുടെയും ഒരു മാസ്മരിക പ്രപഞ്ചം, അങ്ങനെ ഒരു ആത്മീയത, ആ ആത്മീയതയുടെ ഒരു അന്തരീക്ഷം, അവിടെ ഭക്തിസാന്ദ്രമായ ഒരു ലോകം, അങ്ങനെ ഒരു ലോകം ഇസ്ലാം സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇസ്ലാമിന്റെ ആത്മീയത എന്ന് പറയുന്നത് ജീവിക്കുന്ന മനുഷ്യന്റെ കൂടെ ജീവിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നമസ്കാരം എന്ന ഏറ്റവും വലിയ ആധ്യാത്മിക പ്രവർത്തനത്തെ വിലയിരുത്തിയപ്പോൾ അതിൽ വീഴ്ച വരുത്തിയവന്റെ മേലിൽ ചാർജ് ഷീറ്റ് വന്നപ്പോ രണ്ട് കുറ്റത്തിൽ, ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റൊന്ന് പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണ്. അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, വിധവകളുടെയും പാവങ്ങളുടെയും മാർഗത്തിൽ അവരുടെ വിഷമം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. വഅഹ്സബുഹു ഖാല. എന്നിട്ട് സ്വഹാബി പറയാൻ, റസൂലുള്ളാഹി ഇത്ര കൂടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത്? വകൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു വകസ്സായിമിൽ ലദീ ലാ യുഫ്തിറു. എല്ലാ രാത്രിയും നിന്ന് നമസ്കരിക്കുന്നവനെ പോലെ, എല്ലാ പകലും നിന്ന് നോമ്പ് പിടിക്കുന്നവനെ പോലെ ആണ് ആ മനുഷ്യൻ എന്നുകൂടി റസൂലുള്ള പറഞ്ഞു. അപ്പോ അതൊന്നും പള്ളിയിലെ ഭജനമല്ല, അതൊന്നും കേവലം ദിക്റുകളല്ല. ദിക്ർ എന്ന് പറയുന്നത് ഫിക്റോട് കൂടിയുള്ളതാണ്. ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് എന്നവിടെ ഖുർആൻ അതോട് ചേർത്ത് പറഞ്ഞത് ശ്രദ്ധേയമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ആത്മീയതയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. അത് മനുഷ്യന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന, മനുഷ്യന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടലിന് കൂടിയുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ആത്മീയത ഒരു ജീവിതത്തിന്റെ വേറെ ഒരു ലോകമല്ല, ഉദ്ദേശമനുസരിച്ചാണ് പ്രവർത്തനം എന്ന് റസൂലുള്ള പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. പ്രവർത്തനങ്ങൾ ഉദ്ദേശമനുസരിച്ചാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യതസവ്വജുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എല്ലാ കർമ്മങ്ങളും ഉദ്ദേശമനുസരിച്ച്. ഉള്ളിലിരിപ്പ് എന്ന് പറയാം നമുക്ക് ഈ നിയ്യത്തിന്. ഇപ്പൊ ഞാൻ അങ്ങനെ പരിഭാഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിയ്യത്ത് എന്ന് പറഞ്ഞിട്ട് വേറെന്തോ ഒരു സംഗതി പ്രത്യേകമായിട്ട് എപ്പോഴോ നമ്മൾ ചെയ്യുന്നത് എന്ന് കരുതിപ്പോയാൽ ഈ കാര്യം പിടികിട്ടൂല. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഹിജ്റ പോവുകയാണ് എല്ലാവരും. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ സഹാബിമാരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ചിലർ കയറിക്കൂടി മദീനയിൽ ചെന്നാൽ നല്ല ബിസിനസിന് സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ മദീനയിൽ സുന്ദരിയായ സ്ത്രീകളുണ്ട്, കല്യാണം കഴിക്കാം. അങ്ങനെ ഹിജ്റ പോയ ഒരുത്തനെ പറ്റിയാണ് പ്രത്യേകമായിട്ട് ഈ ഹദീസ് അങ്ങനെ ഈ പ്രസ്താവന തന്നെ പ്രവാചകൻ നടത്തിയത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ. അള്ളാഹു പ്രവാചകന് ഖുർആനല്ലാത്ത വഹയും നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അപ്പൊ എന്താണ് ഓരോ നമസ്കാരം എന്ന് പറയുന്ന പ്രവർത്തനത്തിന് ഭൗതിക താല്പര്യമാണെങ്കിൽ അത് ഒരു ആത്മീയ കർമ്മമല്ല, അതൊരു ഭൗതിക പ്രവൃത്തി മാത്രമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. പള്ളിയിലെ ക്ലോക്ക് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തം വന്നിട്ട് നിസ്കരിക്കണം, 2 റക്അത്തായിട്ട്. ഇതൊരു ആത്മീയ പ്രവർത്തനമാണോ?
ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അത് ശുദ്ധ ഭൗതികമായ ഒരു കാര്യമാണ്. അതേസമയം ഒരാൾ കച്ചവടം ചെയ്യുന്നു, അള്ളാഹു വിലക്കിയതിന്റെ ഒരുപാട് വിലക്കുകളും ഊരാങ്കുടുക്കുകളും ഉണ്ടായിട്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വിഷമത്തോടെ അയാൾ കച്ചവടം ചെയ്യുന്നു. ആ കച്ചവടത്തെ പറ്റി എന്താണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്? അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം എന്നൊക്കെ ഹദീസിലുണ്ട്. ഇതിന്റെ അർത്ഥം നമസ്കാരവും കച്ചവടവും ഒരുപോലെയാണ് എന്നല്ല. നമസ്കാരം എല്ലാ ഇബാദത്തുകൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ഉറവിടത്തിന്റെ, ഊർജത്തിന്റെ ഉറവിടമാണ്. പക്ഷേ ഉദ്ദേശം തെറ്റിയാൽ അതൊരു ഭൗതിക കാര്യമായി മാറി. അതേസമയം ഒരു ഭൗതിക കാര്യത്തിന് നല്ല ഉദ്ദേശമാകുമ്പോഴോ അതൊരു ആത്മീയമായ ഒരു പുണ്യകർമ്മമായിട്ട് മാറി. അതുകൊണ്ട് ആത്മീയത ഒന്ന് വേറെ, ഭൗതികത ഒന്ന് വേറെ, ദീനൊന്ന് വേറെ, ദുനിയാവൊന്ന് വേറെ, മതമൊന്ന് വേറെ, രാഷ്ട്രീയമൊന്ന് വേറെ എന്ന മാനസികാവസ്ഥയിൽ വെച്ചുകൊണ്ടുള്ള ആധ്യാത്മികതയുടെ ചർച്ചയിൽ നമുക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന ഇസ്ലാമിക പ്രസ്ഥാനം കഴിഞ്ഞ 60-ലേറെ വർഷമായി ഈ സമൂഹത്തിന്റെ ചിന്താമണ്ഡലത്തിൽ വരുത്തിയിട്ടുള്ള വിപ്ലവത്തിന്റെ അനന്തരഫലമായിട്ട് ഇന്നിതത്ര വലിയ ഒരു ദഹനക്കേടിന്റെ വിഷയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ആത്മീയതയുടെ വിഷയത്തിൽ ഈ പറഞ്ഞ എല്ലാ ചൂഷകരെയും അതാതിന്റെ സ്ഥാനത്ത് നിലക്ക് നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല യാ ലൈതാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി. അങ്ങനെ കാണാം ഖുർആനിൽ. അതായത് അന്ത്യദിനത്തിൽ എല്ലാ വഴികളും മുട്ടി ഒരുപാട് കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആണ്ടർതികളും ഒരുപാട് നേർച്ചകളും ഒരുപാട് മാലകളും മൗലിദുകളും തലാത്തുകളും വാർഷികങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പെരുത്ത് പ്രതീക്ഷയിലാണ് ഇയാൾ പോയത്. അതല്ലെങ്കിൽ ആ കേന്ദ്രമില്ലെങ്കിൽ ഈ കേന്ദ്രം, ആ ഷെയ്ഖ് അല്ലെങ്കിൽ ഈ ഷെയ്ഖ്, ആരാരെങ്കിലും രക്ഷപ്പെടും എന്നതാണ്. കാരണം എല്ലായിടത്തും ചെറിയ തോതിലെങ്കിലും നിക്ഷേപമുണ്ട്. എന്നിട്ട് അവസാനം നോക്കുമ്പോൾ ഒരു രക്ഷയുമില്ല. യൗമ യഅദ്ദുൽ ളാലിമു അലാ യദൈഹി. എല്ലാ പ്രതീക്ഷകളും മറ്റപ്പോൾ ഈ അക്രമി കൈകടിക്കുകയാണ്. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ, ആ റസൂലുള്ളാഹിയുടെ കൂടെ ആ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാൽ ഇന്നവന്റെ കൂടെ ഞാൻ പോകാതിരുന്നിരുന്നുവെങ്കിൽ, ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, എന്നെ ഈ സന്മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചത്, ആ സന്മാർഗം എനിക്ക് വന്നു കിട്ടിയ ശേഷം അതിൽ നിന്ന് എന്നെ വഴിതെറ്റിച്ചത് അവനാണ്. ആ വഴി ഞാൻ സ്വീകരിക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ അവിടെ വെച്ചിട്ട് ഇയാൾ നൊമ്പരപ്പെടും. മാത്രമല്ല, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അംദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. ഈ ആയത്തോതി അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അംദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട്, അവർ അള്ളാഹുവിനോടൊപ്പം ചില സമന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ്? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ ഈ മനുഷ്യരെയും ഇവരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അവരെ ഇവർ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വാസികൾക്ക് അള്ളാഹുവിനോടാണ് ഏറ്റവും വലിയ സ്നേഹം. താഴെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അള്ളാഹുവിനെ ബഹുമാനിക്കേണ്ടതുപോലെ, സ്നേഹിക്കേണ്ടതുപോലെ, അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിച്ചതിന് ശേഷം അതിന് താഴെ, അതിന് വിരുദ്ധമാകാതെ മാത്രമേ വേറെ ആരോടും സ്നേഹവും മതിപ്പും അംഗീകാരവും ആദരവും ഒക്കെ ഉള്ളൂ. അതാണ് വിശ്വാസികളുടെ വഴി. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട് എന്നല്ല പറയുന്നു. എന്നിട്ട് പറയാണ്, വലൗ യറല്ലദീന വലമു, ഈ അക്രമികളായ ആളുകൾ കാണുമ്പോൾ, ഇത് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമിയാ, നാളെ പരലോകത്ത് ചെന്നിട്ട് എല്ലാ ബന്ധങ്ങളും എല്ലാ വഴികളും വാതിലുകളും അടഞ്ഞു, ഇനി വേറെ രക്ഷപ്പെടാൻ ഒരു പോംവഴിയുമില്ലെന്ന് ഇവർക്ക് ബോധ്യപ്പെടുമ്പോൾ, മാത്രമല്ല വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അല്ലാഹ് കഠിന കഠോരമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് ആ നരകവും ആ പരലോകത്തിന്റെ ഭയവിഹ്വലതയും ഓരോ പ്രവാചകന്മാര് പോലും മറ്റുള്ള അനുയായികളെ മറ്റുള്ളവരിലേക്ക് കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഭീകരമായ അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ ഇയാൾക്ക് ബോധ്യം വരും. എന്നിട്ട് അല്ലാഹ് പറയാൻ, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅവുൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. അപ്പൊ ഈ പിൻപറ്റപ്പെട്ട ആളുകളൊക്കെയും പിൻപറ്റിയവരെ തള്ളിപ്പറയും. ഇന്നിവർ ഏതൊക്കെ ശേഖുമാരെയും മുരീദമാരെയും നേതാക്കന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും സിദ്ധന്മാരെയും പൊക്കിക്കൊണ്ട് നടക്കുന്നുവോ, തലയിലേറ്റി നടക്കുന്നുവോ, അവരൊക്കെ നാളെ അവിടെ വെച്ച് ഈ അനുയായികളെ തള്ളിപ്പറയും. ഞങ്ങൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളും ഇവരും തമ്മിലൊരു ബന്ധമില്ല, ഞങ്ങളെ കാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ നിങ്ങളുടെ നഫ്സി നിങ്ങൾ നിങ്ങളുടെ മാർഗം കാര്യം നോക്ക്
എന്ന് പറഞ്ഞിട്ട് ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരെ തള്ളിപ്പറയും. അങ്ങനെ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, എല്ലാ ബന്ധനങ്ങളും അവിടെ അറ്റുപോവുകയും ചെയ്യും. രക്ഷപ്പെട്ടതുപോലെ തന്നെ വറഅഉൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് വഖാലല്ലദീന തബഉ. അപ്പൊ ഈ പിൻപറ്റിയ ആളുകൾ, ഇപ്പൊ ഇവിടെ ഈ കൊടിയും പിടിച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ട് ജീവിതം തലക്കുന്ന ആളുകളുണ്ടല്ലോ. വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻകും കമാ തബറഉ മിന്നാ. ഇനി ഞങ്ങൾക്കൊരവസരവും കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒന്നുകൂടി ദുനിയാവിലേക്ക് മടങ്ങി, ഒന്നുകൂടി ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഫനതബറഅ മിൻകും കമാ തബറഉ മിന്നാ. ഇന്ന് ഞങ്ങളെ ഇവരിവിടെ തള്ളിപ്പറഞ്ഞതുപോലെ നാളെ ഞങ്ങൾ അവരെയും തള്ളിപ്പറയും. അപ്പൊ പോലീസിനെ കൊണ്ട് ഇവരെ പിടിപ്പിക്കാൻ മുമ്പിൽ ഞങ്ങളുണ്ടാകും. ബാങ്ക് ബാലൻസ് നോക്കിപ്പിക്കാനും രേഖകളും റെക്കോർഡുകളും പുറത്തു വലിച്ചിട്ട് ചുട്ട് അടിച്ചോടിക്കാനും ഞങ്ങൾ മുമ്പിൽ വരും. ലൗ അന്നലനാ കറത്തൻ ഫനതബറഅ മിൻകും കമാ തബറഉ മിന്നാ. ഞങ്ങൾക്കിനിയും ഒരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ, വീണ്ടും ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഫനതബറഅ മിൻകും കമാ തബറഉ മിന്നാ. ഇന്നിവിടെ ഞങ്ങളെ ഇവർ തള്ളിപ്പറഞ്ഞതുപോലെ നാളെ ഞങ്ങൾ അവരെയും അവിടെ വെച്ച് തള്ളിപ്പറയും. കദാലിക യുരീഹുമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അപ്രകാരം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായതായിട്ട് അള്ളാഹു അവരെ കാണിക്കും. ആലോചിക്കണം. വമാ ഹും ബിഖാരിജീന മിനന്നാർ. അവർ നരകത്തിൽ നിന്ന് പുറത്താകുന്ന പ്രശ്നമില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ പടച്ചവനെ അംഗീകരിക്കേണ്ടതുപോലെ അറിയേണ്ടതുപോലെ അറിയുക, എന്നിട്ട് അംഗീകരിക്കേണ്ടതുപോലെ അംഗീകരിക്കുക. പടച്ചവന് നൽകേണ്ടതൊക്കെയും പടച്ചവന് മാത്രം നൽകുക. പടച്ചവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതൊക്കെയും പടച്ചവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. അത് തൗഹീദിന്റെ സുപ്രധാന താൽപര്യങ്ങളിൽപ്പെട്ടതാണ്. ആ താൽപര്യങ്ങളിൽ വെള്ളം ചേർത്തുകൊണ്ട് സാമ്പത്തികമായ കാര്യലാഭങ്ങളുടെ പിന്നാലെ, താൽക്കാലികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനങ്ങൾ കൊണ്ട് കളിച്ചാൽ ഇത് ഈ ദുനിയാവ് കൊണ്ട് തീരൂല. തൽക്കാലം ഒരു 4 പോലീസ് കേസ്, 40 ജസദാണ് ഈ ഔലിയാക്കന്മാർക്ക് എന്ന് പണ്ട് പഴമക്കാർ പറയാറുണ്ട്. അന്ന് എനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന്. ഇപ്പൊ 40 പോരാ. കാരണം ക്രിമിനൽ കേസ് ഒരു 50 60 ഒക്കെയാണ് ഓരോരുത്തരുടെ മേലില്. അമ്മാതിരിയാ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴാ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വിഷയം അങ്ങനെയാണ് എന്ന്. ഈ ഒരു സ്വഭാവത്തിൽ അടിസ്ഥാനങ്ങളെ കൊണ്ട് കളിക്കാതെ സമൂഹത്തിന് മാർഗദർശനവുമായി, ആത്മീയത ഒരു സാന്ത്വനമായി, ഒരനുഭൂതിയായി, ജീവിതമായി, മനുഷ്യരോടൊപ്പം മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഉത്തമ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നിങ്ങളോടൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ എളിയ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ ചില വശങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്കിവിടെ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. വിജ്ഞാനം ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റു പല മാർഗങ്ങളിലൂടെയും അന്വേഷിച്ചു പഠിച്ച് ജീവിതത്തെ ആ വിജ്ഞാനത്തിന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അതിനുള്ള തൗഫീക്കും സന്മനസ്സും സർവ്വലോകരക്ഷിതാവായ നാഥൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.